Good morning. Good afternoon, ma'am. Good morning, ma'am. Sorry, good afternoon പറഞ്ഞു മാറിപ്പോയതാ. Okay, fine. എന്തായാലും എന്താ മനസ്സുകൊണ്ടല്ലേ വിഷയമില്ല. Okay, we can start. So please prayer. ഞാൻ ചെയ്യാം മാം. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We walk hand in hand. We walk hand in hand. We walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid of, we are not afraid of, we are not afraid of today. Oh, deep in my heart, I do believe we shall overcome someday. Thank you, ma'am, and thank you all. Okay, so anything you people want to share? So in last unit കൂടെ ഉള്ളൂ, that is Montessori terms. ആക്ച്വലി ആ ഒരു PDF-ലുള്ളത് മാത്രമല്ല മോണ്ടിസോറി ടേംസ് എന്ന് പറയുന്നത്. കുറെ കാര്യങ്ങളുണ്ട്. മീൻസ് നമ്മൾ പറഞ്ഞ അബ്സോർബൻ മൈൻഡ്, സെൻസിറ്റീവ് പീരീഡ്, ഇതെല്ലാം മോണ്ടിസോറി ടേംസ് ആണ്. റെപ്പിറ്റേഷൻ, ഇതെല്ലാം മോണ്ടിസോറി ടേംസ്. നമ്മൾ മോണ്ടിസോറി മെത്തേഡ് പറഞ്ഞ സമയത്ത്, ഡിസ്കസ് സെറ്റ് ചെയ്ത സമയത്ത്, അതിന്റെ എൻവയോൺമെന്റിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം നമ്മൾ കുറെ കാര്യങ്ങൾ, നമ്മൾ കേൾക്കാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കേൾക്കാത്തതെന്നല്ല, നമ്മൾ കോമൺലി യൂസ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രീഡത്തിന് തന്നെ ഡിഫറെന്റ് വേർഷൻസ് ആയിരുന്നു മോണ്ടിസോറി എൻവയോൺമെന്റിൽ, അല്ലെ? അപ്പൊ മോണ്ടിസോറി ടേംസിന്റെ ആ ഒരു പ്രത്യേകത. അപ്പൊ മറിയ മോണ്ടിസോറി അവരൊരു ജർമ്മൻ, ഇറ്റാലിയൻ ആയിരുന്നു അവരുടെ ലാംഗ്വേജ്. പക്ഷെ അവര് പലതും അനലൈസ് ചെയ്ത് മോണ്ടിസോറി എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് ചില വേർഡ്സ് അവര് അഡോപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അതാണ് മോണ്ടിസോറി ടേംസ് ആയിട്ട് നമ്മളിവിടെ എൻഹാൻസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് ഫുൾ ഇങ്ങനെ റീഡ് ചെയ്ത് പോവാനായിട്ട് പറ്റില്ല. ബട്ട് ഞാൻ അതിന്റെ ഒരു ഓവറോൾ കാര്യങ്ങൾ പറയാം. നിങ്ങളത് വായിക്കുമ്പോൾ കൺഫ്യൂഷൻസ് വരും. പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് അത് വായിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകും. അപ്പൊ ഞാനിതൊന്ന് ഷെയർ ചെയ്യാം. മിസ്, ഇന്നലെ ഞങ്ങൾക്ക് ജയദേവ് സാറ് ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ് തന്നിരുന്നു. ഒത്തിരി യൂസ്ഫുൾ ആയിരുന്നു മാം. എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തില്ലേ? ആ, മിസ്സൊക്കെ സപ്പോർട്ടായി നിൽക്കുന്നോണ്ട് എന്നും പേടിക്കല്ലെന്ന് സാർ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സജഷൻസ്, ക്രിറ്റിസിസ്, അനാലിസിസ് അതൊക്കെ നമുക്ക് വാല്യുബിൾ ആണ്. ഞങ്ങൾക്ക് അപ്ഡേറ്റഡ് ആവാൻ, അപ്ഗ്രേഡ് ആകാൻ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. മാം, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഫിഫ്ത്ത് റെക്കോർഡിന്റെ മറ്റേ പിക്ചേഴ്സ് എല്ലാം ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു ക്ലാസ് റൂമില്. അത് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അത് ഷെയർ ചെയ്ത് തരാട്ടോ. അത് നമ്മൾക്കുള്ള മെറ്റീരിയൽസിന്റെ മാത്രം ഡയറക്ട്ലി ക്യാമറ ഉപയോഗിച്ചിട്ട് എടുത്ത പിക്ചർ ആണത്. അല്ലാത്തതെല്ലാം നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. നോക്കട്ടെ, ഡൗൺലോഡ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ പിക്ചേഴ്സ് കിട്ടും. ഡൗൺലോഡ് ചെയ്ത് പറ്റുന്ന ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നത് മാത്രം
പേസ്റ്റ് ചെയ്യുക. പിന്നെ ചിലതൊക്കെ മാഗസീൻസ് എന്നൊക്കെ കിട്ടും. എനിക്ക് കുറെയൊക്കെ അങ്ങനെ മാഗസീൻസ് എന്നൊക്കെ കിട്ടി. ഈ സയൻസ് ആൻഡ് കൾച്ചറൽ ഏരിയ ഞാൻ ഈ കോഴ്സ് ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് ശരിക്കും ഇന്ത്യൻ എക്സ്പ്രസ്സിലെ മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ച് വലിയൊരു ആർട്ടിക്കിൾ വന്നു. ആ ആർട്ടിക്കിളിൽ നിന്ന് കുറെ ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ. കറക്റ്റ് ആ ഒരു നമ്മളെ യൂണിവേഴ്സ് നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കുന്ന പോലെ എനിക്ക് തോന്നി. നമ്മൾ അതുവരെയും കേൾക്കാത്ത ഒരു കാര്യം പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് മോണ്ടിസോറി മെത്തേഡ് ഇതൊന്ന് പഠിക്കണം എന്ന് തോന്നാൻ കാരണം എനിക്ക് കൊച്ചു കുട്ടികളുടെ ഇടയിൽ ഇന്റർവെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. ഞാൻ പഠിച്ച സ്കൂളിൽ മലയാളം മീഡിയം സ്കൂളായിരുന്നു. ഇപ്പൊ അത് ഇംഗ്ലീഷ് മീഡിയം ആയി കംപ്ലീറ്റ് ആയിട്ട്. സ്കൂളിൽ ഗവൺമെന്റ് സ്കൂളാണ്. അപ്പൊ ആ ഒരു സ്കൂള് ഈ ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടുപോയി കുറച്ച് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ ചേർക്കും. അവര് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ വരുള്ളൂ. ബാക്കി ദിവസം അവർ സ്പെഷ്യൽ സ്കൂളിലായിരിക്കും. ഈ കൊണ്ടുപോയി ചേർക്കുന്നത് അവർക്ക് കുറെ ബെനിഫിറ്റ്സ് ഒക്കെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് കിട്ടുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ജോയിൻ ചെയ്യിക്കുന്നത്. അപ്പൊ ഈ കുട്ടികൾ വരുമ്പോൾ ടീച്ചേഴ്സിന് ഒട്ടും പറ്റുന്നില്ല ഇവരെ മാനേജ് ചെയ്യാൻ. അപ്പം അങ്ങനെ ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞപ്പോ ഞാൻ അവരെ ചില ആക്ടിവിറ്റീസ് ഞാൻ തന്നെ ചെയ്യിക്കാൻ തുടങ്ങി. അപ്പൊ അതുവരെ മിണ്ടാതെ റെസ്പോണ്ട് ചെയ്യാതിരുന്ന കുട്ടികൾ ചില ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങിയപ്പം അവര് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി, ചിരിക്കാനൊക്കെ തുടങ്ങി, ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മെത്തേഡിനെ കുറിച്ച് ഒന്ന് അറിയാനായിട്ട് ശ്രമിച്ചത്, മോണ്ടിസോറി മെത്തേഡ്. ആ ഒരു സെയിം ടൈമിൽ തന്നെ പേപ്പറിലെ ആർട്ടിക്കിൾ വന്നു, ഇങ്ങനെയുള്ള കുട്ടികളിൽ മറിയാം മോണ്ടിസോറി. അങ്ങനെ പിന്നെ മറിയാം മോണ്ടിസോറിയെ സെർച്ച് ചെയ്തപ്പോഴാണ് ഇവര് സ്പെഷ്യൽ കിഡ്സിൽ. അപ്പൊ അതെന്തോ ഒരു യൂണിവേഴ്സിന്റെ കണക്ഷൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ഞാൻ തോന്നുന്നു ഡെഫിനറ്റ്ലി ഞാൻ ഈ കോഴ്സ് ചെയ്യണം. അങ്ങനെ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും ഈ കോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതും ഈ കോഴ്സ് ചെയ്യുന്നത്. അപ്പൊ അതാണ് നമ്മളെ ഓരോരുത്തരെയും ഡ്രാഗ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സ്. ദിസ് ഇസ് ഫോർ യു എന്നും പറഞ്ഞിട്ട്, നീ ഇവിടെയാണ് വേണ്ടതെന്നും പറഞ്ഞിട്ട് നമ്മളെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകും. പിന്നെയും എത്രയോ വർഷങ്ങൾ ഇവൻ മറിയാം മോണ്ടിസോറി ചെയ്തെന്താ സ്പ്രെഡ് ചെയ്തു. എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ എങ്ങനെ സ്പ്രെഡ് ചെയ്യണം അതൊന്നും അറിയില്ലായിരുന്നു. ഈവൻ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഞാൻ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു മോണ്ടിസോറി ട്രെയിനറായിട്ട്. ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന മാം മാരേജ് ആയിട്ട് പോകുന്നതാണ്, അവർ ഒത്തിരി ദൂരെ നിന്ന് വന്നിരുന്നത്. മാരേജ് ആയിട്ട് പോകുന്നതാണ്. അവരെന്നെ റെക്കമെൻഡ് ചെയ്തു. ഓഫീസിൽ നിന്ന് എനിക്ക് കോൾ എല്ലാം വന്നു, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വരണം. കോഴിക്കോടായിരുന്നു നമ്മുടെ റീജിയണൽ സെന്റർ. ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വരണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം പ്രിപ്പയർ ആയി ഞാൻ പോകാനുള്ള കൺവെയൻസ് ഒക്കെ റെഡിയാക്കിയിരുന്നു. പക്ഷെ സംഭവ അത് നടന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ജൂനിയർ ബാച്ചിലെ ഏതോ ഒരു കുട്ടി അവര് സെലക്ട് ചെയ്തു. അവർ എന്റെ കാര്യം മറന്നുപോയി. പിന്നെയാണ് മാം പറയുന്നത്, അയ്യോ അത് മനസ്സിൽ നിന്ന് പോയി, വിട്ടുപോയി. അവരിങ്ങനെ പലരെ ഇങ്ങനെ റിക്രൂട്ട് ചെയ്യുന്നതിന്റെ ഒപ്പം അവരതങ്ങ് വിട്ടുപോയി. എന്തോ ഒരു പ്രഷർ. അങ്ങനെ അത് പിന്നെ നടന്നില്ല. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോഴേക്കും എല്ലാ ക്ലാസ്സസും, പക്ഷെ ആ വർക്ക് ചെയ്ത കുട്ടിയെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്നെ കുറെ വിളിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്നു. പല കോഴ്സും സ്റ്റോപ്പ് ആയല്ലോ. അതിന്റെ ഒപ്പം ഞങ്ങളുടെ സെന്ററിലെ കോഴ്സ് സ്റ്റോപ്പായി. എല്ലാം ഓൺലൈൻ ആയി തുടങ്ങി, ഓൺലൈൻ ആവാൻ തുടങ്ങി. പിന്നെ ഞാൻ ഓൺലൈനിൽ കിട്ടപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചില്ല. എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല മോണ്ടിസോറി മെത്തേഡ് ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ. പിന്നെയാണ് ഈ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നത് സ്മാർട്ട് ശ്രീ സംബന്ധിച്ച അവിടെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ചേച്ചി എന്റെ നൈബറായിരുന്നു, ഫ്രണ്ടായിരുന്നു. അപ്പൊ ചേച്ചിയുടെ സ്റ്റാറ്റസിൽ ഇങ്ങനെ ടീച്ചേഴ്സ് നീഡഡ് അങ്ങനെ കണ്ടു. അപ്പൊ ചേച്ചി പറഞ്ഞു ഇങ്ങനെ പല കോഴ്സസ് ഇവിടെ ഉണ്ട്. അപ്പൊ മോണ്ടിസോറി അവിടെ തുടങ്ങിയിട്ടില്ല. അപ്പം ചേച്ചി ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുന്നു. അങ്ങനെ ജയദേവ് സാറിനെ ഞാൻ വിളിച്ച് ജയദേവ് സാറിനോട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും ആദ്യം ഒരു കോഴ്സാണ് സ്റ്റാർട്ട് ചെയ്തത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അത് കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ മെന്റൽ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന കാരണം എനിക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ഞാൻ ഹോസ്പിറ്റലുകളായിരുന്നു എന്റെ പ്രോജക്റ്റ് ചെയ്തത്. പാലിയേറ്റീവ് കെയറിലും ഇതുപോലെ തന്നെ കൊച്ചുകുട്ടികളുടെ ഒരു സെഷൻ ഉണ്ട്, അതിലുമായിരുന്നു ഞാൻ എന്റെ പ്രോജക്ട് ഫീൽഡ് വർക്ക് ചെയ്തത്. അപ്പൊ എനിക്ക് എളുപ്പമായിരുന്നു ചെയ്യാനായിട്ട്. പിന്നെ ഒട്ടും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല അത് പഠിപ്പിക്കാൻ. അപ്പോഴാണ് സാറ് മോണ്ടിസോറിയെ കുറിച്ച് പറഞ്ഞത്. ഞാനിങ്ങനെ കാഷ്വലി പറഞ്ഞു ഞാൻ ചെയ്തതാന്ന് പറഞ്ഞു. ഞാനപ്പോ സാറിനെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. സാർ ഈ കോഴ്സ് ചെയ്താൽ എങ്ങനെയാ ശരിയാവുന്നത്, അത് ഓൺലൈനിൽ ഒട്ടും ശരിയാവാത്തൊരു കോഴ്സാന്ന് പറഞ്ഞു. നമുക്ക് ട്രൈ ചെയ്യാൻ ടീച്ചറേ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അങ്ങനെയാണ് ഇപ്പൊ 13 ബാച്ചായി. നാഗാലാൻഡിൽ നിന്ന് വരെ നമുക്ക് കുട്ടികളുണ്ട്. അങ്ങനെ ഒരു രീതിയിലേക്ക് ശരിക്കും മോണ്ടിസോറി എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ആകെ ഒരു കൺസേൺ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് മെത്തേഡ് ഉള്ളിലേക്ക് കയറിയവരുടെ ലൈഫിൽ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്. അവർക്ക് കുറെ പേരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
അവർ ശരിക്കും കണ്ണാടികളായി മാറി, പ്രകാശം പരത്തുന്ന കണ്ണാടികളായി മാറി, റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അവർ ലൈറ്റ്. അവർക്ക് കിട്ടിയതെല്ലാം, ആ ഇൻസൈറ്റ് എല്ലാം അവർ റിഫ്ലക്ട് ചെയ്യുന്നു അവരുടെ ഫാമിലിയിലേക്ക്, അവരുടെ ഫ്രണ്ട് സർക്കിളിലേക്ക്, അങ്ങനെ എവിടേക്കോ അവർക്ക് റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അവിടെയൊക്കെ. ടീച്ചിങ് പ്രാക്ടീസിന് പോയ സ്കൂളുകളിൽ നിന്ന് നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കുകൾ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഉള്ളിലേക്ക് കയറാത്ത ഒരു വിഭാഗം ഉണ്ട്. അവിടെയാണ് എന്റെ ശ്രദ്ധ. നിങ്ങളിപ്പോ ഓക്കെ, എനിക്ക് പ്രശ്നമില്ല, നിങ്ങളെല്ലാം ആയി കഴിഞ്ഞു. പക്ഷെ ഇത് കയറാത്ത, ജസ്റ്റ് ഇപ്പൊ ജോലിക്ക് പോകുന്നവർക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല, റെക്കോർഡ് ക്ലാസ് കേൾക്കാൻ സമയമില്ല, ലാസ്റ്റ് എക്സാം ആകുമ്പോഴേക്കും അവരുടെ ഹർബറി ഒക്കെ കാണുമ്പോൾ, കാരണം ചില കമന്റ്സ് ഈ കുട്ടികളുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ മനസ്സിലായിട്ടുണ്ട് അവരുടെ ഉള്ളിലേക്ക് അത് കയറിയിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു കൺസേൺ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ചില സമയത്ത് എനിക്കത് ഭയങ്കര ഒരു വിഷമമാണ്. കാരണം വെച്ചാല് ഈ ഒരു മെത്തേഡ് ഇത് പഠിച്ചു എന്നും പറഞ്ഞ ഒരിടത്ത് ചെന്ന് പോയിട്ട് ഇതിൻ്റെതായ ക്വാളിറ്റി അവരിൽ വളരെ ലെസ്സായിട്ട് തോന്നുന്നതാണ് ഒരു പ്രശ്നം. അപ്പോൾ ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, ആരെങ്കിലും ഈ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ, കേൾക്കാൻ വരുവാണെങ്കിൽ അതൊന്ന് അറ്റ്ലീസ്റ്റ് ആ റെക്കോർഡ് ക്ലാസ്സസ് കേൾക്കുക. MT4 എനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായ കാര്യം എന്താണെന്ന് വെച്ചാൽ, വളരെ തിരക്കുള്ള ഒരു കുട്ടി, അത് 2 കൊച്ചു കുട്ടികളുടെ അമ്മയാണ്, കൂടാതെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലെ പോസ്റ്റൽ അസിസ്റ്റന്റ് ആ ഒരു പോസ്റ്റിൽ ജോലി എടുക്കുന്നു. എന്തൊരു പ്ലീസിങ് ആയിരുന്നു, ഭയങ്കര ശരി. ആള് മോർണിംഗ് കിച്ചണിൽ കയറുമ്പം എന്റെ ക്ലാസ് അങ്ങ് വെക്കും, എന്നിട്ട് കേട്ടുകൊണ്ടിരിക്കും. എന്നോട് പറഞ്ഞത്, ഞാൻ ആ റെക്കോർഡ് ക്ലാസ് കേട്ടിട്ട് എനിക്ക് എന്റെ കുട്ടികളോടുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയി. ലൈവ് ക്ലാസ്സിൽ വരാൻ പറ്റില്ല, കാരണം അതിന് ഗവൺമെന്റ് ജോലിയാണല്ലോ. ടീച്ചർ ആവാനുള്ള ആഗ്രഹവും സ്കൂൾ തുടങ്ങാനുള്ള ആഗ്രഹവും കൊണ്ട് ജോയിൻ ചെയ്തതാണ്. ഭയങ്കര ഒരു ചിരിച്ച മുഖത്തോടെ, പ്ലീസിങ്, നമ്മൾ പറയില്ലേ അട്രാക്റ്റീവ് ആയിരിക്കണം എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ സെയിം. ഒരു മിനിറ്റ്, ബാറ്ററി ഒന്ന് ഓൺ ചെയ്ത് ചാർജ്. അപ്പൊ അങ്ങനെയും ക്ഷമയോടെ റെക്കോർഡ് ക്ലാസ് കേട്ട് ചേഞ്ചസ് വന്നവരുണ്ട്. നമുക്കിപ്പോ ലൈവില് കയറാന്ന് പറഞ്ഞാൽ ദർ ഇസ് ലിമിറ്റ്സ്. ഓക്കെ, അതേ ഉള്ളൂ എൻ്റെ ഒരു കൺസേൺ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ വൈവയ്ക്ക് വന്ന ചില ടീച്ചർമാര്, ലൈക്ക് അവര് സർട്ടിഫിക്കറ്റ് വേണം, അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ബട്ട് അവര് വൈവയ്ക്ക് വന്നപ്പം കുറച്ച് സമയം സംസാരിക്കാൻ പറ്റിയല്ലോ. പക്ഷെ ആ ഒരു 10 minutes തന്നെ എന്റെ ഇൻസൈറ്റ് അവരിലേക്ക് കയറുകയും ചെയ്തു, അവരിലുള്ളത് എന്നിലേക്ക് കയറുകയും ചെയ്തു. അതോടുകൂടി ഹാപ്പി ആയി. ചിലരൊക്കെ മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ അവർക്ക് ആ ഒരു ഇത് ഒരു കുറച്ചൊക്കെ ക്ലാസ്സസ് സമയം കിട്ടിയപ്പോ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഇടയ്ക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്തു, ഇങ്ങനെ ക്ലാസ്സിൽ കയറാതെയും വർക്കൊന്നും ചെയ്യാതെ. ക്ലാസ്സിൽ കയറാത്തതിനല്ല, ഒരു ആക്ടിവിറ്റീസും ചെയ്യാതെ, ഞാൻ ടീച്ചറാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, മോണ്ടിസോറി മെത്തേഡിൽ എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അവിടെയാണ് വേണ്ടത്. എത്ര നിങ്ങൾ 20 years 30 years നിങ്ങൾക്ക് ടീച്ചിങ് ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും മോണ്ടിസോറി മെത്തേഡ് അറിയാത്ത ഒരാളാണെങ്കിൽ ദാറ്റ് ഈസ് ടീച്ചർ, ഫെസിലിറ്റേറ്റർ എന്നുള്ളതിലേക്ക് കയറില്ല. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ കൺസേൺ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഫീൽ ആയെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, സോ നമ്മൾ മോണ്ടിസോറി ടേംസിലേക്ക് കടക്കുകയാണ്. ഇതിലെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അഡാപ്ഷൻ ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അഡാപ്ഷൻ. നമ്മളുടെ ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് നോട്ടില് ഇങ്ങനെ പലരുടെയും ഒരു റിലീജിയസ് ബിലീഫ് അനുസരിച്ച് മാരേജ് ട്രഡീഷന്റെ രീതികൾ ഡിഫറെന്റ് ആണല്ലോ. വളരെ ഭംഗിയായിട്ടും ഇപ്പം മലയാളികളുടെ പോലെ ആവില്ല നോർത്ത് ഇന്ത്യൻസിന്, അതുപോലെ ഓരോരോ റിലീജിയനിലുള്ളവരുടെയും ഡിഫറെന്റ് ആയിരിക്കും. അതിലൊരു റിലീജിയനിൽ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് പൊരുത്തപ്പെടുക. നീയും അവളും പൊരുത്തപ്പെട്ട് ജീവിക്കും. അതിന്റെ അർത്ഥം കഷ്ടപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതല്ല. അതിന്റെ അർത്ഥം അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡാപ്ഷൻ എന്നുള്ളതാണ്. അതായത് സാഹചര്യവുമായിട്ട് ഇണങ്ങി ജീവിക്കുക, പൊരുത്തപ്പെട്ടു പോവുക, അതും സന്തോഷത്തോടു കൂടിയുള്ള അഡ്ജസ്റ്റ്മെന്റ്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഇഷ്ടമല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷെ നമ്മൾ ഹാപ്പി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിലെ അഡാപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ. രണ്ടും ശരിയാണ്. ഒരു അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി ആ ഒരു എൻവയോൺമെന്റിലൂടെ അതുമായിട്ട് അവിടെ കിട്ടുന്ന സോഴ്സസ്, ആ റിസോഴ്സസും അനുഭവിച്ച് ഇപ്പൊ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന മെറ്റീരിയൽസ് ചിലപ്പോൾ ഒരു സെറ്റേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഹീസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ടേൺ. ആ ഒരു സെറ്റേ ഉള്ളെങ്കിൽ വാശി പിടിച്ച് 2 എണ്ണം വേണമെന്നൊന്നും പറയൊന്നുമില്ല. ആളുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പേഷ്യൻസ് അവിടെ ഉണ്ടാകുന്നു, ഡിസിപ്ലിൻ ഉണ്ടാകുന്നു, ഒബീഡിയൻസ് ഉണ്ടാകുന്നു. അപ്പൊ ഇതെല്ലാം സെൽഫ് ജനറേറ്റഡ് ആണ് ആ ഒരു എൻവയോൺമെന്റിൽ വെച്ചിട്ട്. അപ്പൊ അതാണ് അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷന്റെ ഒരു
ഇമ്പോർട്ടൻസ് പറയുന്നത്. അതേസമയം ചൈൽഡ്ഹുഡിൽ ഒട്ടും അഡാപ്റ്റഡ് ആകാത്ത ഒരു കുട്ടി അഡൾട്ട്ഹുഡിലേക്ക് പോകുമ്പോഴും അത് തന്നെയായിരിക്കും ശീലം. നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ഒരു +2 ഒക്കെ കഴിയുമ്പോഴേക്കും പഠിക്കാൻ വേറെ സ്ഥലത്തേക്ക് പോകും, ഹോസ്റ്റലിലേക്ക് പോകും, അല്ലെങ്കിൽ മാരേജ് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക്, ചിലപ്പോൾ വേറൊരു കൾച്ചറുള്ള ഒരു കൺട്രിയിലേക്ക് പോവാം. ഈവൻ നമ്മളുടെ നാട്ടിൽ തന്നെ ഡിഫറെന്റ് കൾച്ചർ ആയിരിക്കും പല പല സ്ഥലത്തും, അല്ലെ? നോർത്ത് സൈഡിലുള്ളവരുടെ പോലെ ആവില്ല സൗത്ത് സൈഡിലുള്ളവരുടെ അങ്ങനെ ഹൈ റേഞ്ച് ഏരിയയിലുള്ളവരുടെ കൾച്ചർ വേറെ ആയിരിക്കും. ഈ മാരേജ് ചെയ്ത് ഡിഫറെന്റ് റീജിയനിലേക്ക് പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരുടെ രീതികൾ വേറെയാണ്, എനിക്ക് ഒട്ടും പറ്റുന്നില്ല അവിടെ നിൽക്കാൻ, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദിസ് ഇസ് ആ ഒരു അഡാപ്ഷൻ നമ്മളുടെ ചൈൽഡ്ഹുഡില് കുറവായത് കൊണ്ടായിരിക്കാം ഇതൊക്കെ പറ്റുന്നത്. പിന്നെ ജോലി ചെയ്യുന്ന സ്ഥലം, അങ്ങനെ എങ്ങനെയും. അപ്പൊ ഏതൊരു സാഹചര്യവുമായിട്ട് നമ്മൾ പറയില്ലേ, വാട്ടർ പോലെ ഏത് പാത്രത്തിൽ ഒഴിക്കുന്നു അതിന്റെ ഷേപ്പ് വരും. അതാണ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡാപ്ഷൻ എന്ന് പറയുന്നത്. സോ അപ്പൊ ആ ഒരു ഫസ്റ്റ് ടൈം ക്ലിയർ ആയെന്ന് വിചാരിക്കണം. പിന്നെ ഡെവലപ്മെന്റ് ആണ്. നമ്മൾ പല സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിലൂടെ നമ്മൾ കടന്നുപോയി. നിങ്ങളോടൊരു അസസ്മെന്റ് ടൂൾ ചെയ്യാനും പറഞ്ഞിട്ടില്ലേ ഡെവലപ്മെന്റിന്റെ? പറഞ്ഞില്ല? ഇല്ല മിസ്സേ, പറഞ്ഞില്ലല്ലോ. ഓക്കെ, അത് നമ്മളുടെ ഇപ്പോഴത്തെ അസൈൻമെന്റോ ആക്ടിവിറ്റി ആയിട്ടോ സബ്മിറ്റ് ചെയ്യേണ്ടതോ കാണിക്കേണ്ടതോ ഒന്നുമല്ല. ദിസ് ഇസ് ഫോർ യുവർ ഗ്രോത്ത്. ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോട്ട്ബുക്ക് വാങ്ങുക. ഒരു ഫ്രഷ് നോട്ട്ബുക്ക് ആയിരിക്കണം. അത് പറഞ്ഞു മിസ്സേ. ഒരു ബുക്ക് വായിച്ചിട്ട് ചെയ്യാനുള്ളതാണോ? അത് മിസ് ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് അങ്ങ് ക്ലിയർ ആയില്ല, അതുകൊണ്ടാണ്. ഓരോ പീരീഡിനനുസരിച്ചുള്ള ഡെവലപ്മെന്റ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. വർക്ക് ചെയ്യുന്നിടത്ത് മാത്രമല്ല, നമുക്ക് ഈവൻ നമ്മുടെ ചുറ്റുമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്രോസസ് ചൈൽഡ്ഹുഡ്, അഡൾട്ട്ഹുഡ്, അങ്ങനെ പോകുന്നു, അല്ലെ? അപ്പൊ ഇത് ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാവും, സൈക്കോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. ഓരോ ആളുടെ ഡെവലപ്മെന്റും ഡിഫറെന്റ് ആയിരിക്കും, അതിലും ഡിഫറൻസ് ഉണ്ടാകും. പക്ഷെ എന്നാലും ഒരു ആവറേജ് ഒരു പീരീഡിൽ ഓരോരുത്തരും ഈ രീതിയിലായിരിക്കും ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം. ഓരോരുത്തരും ഡെവലപ്മെന്റിലേക്ക് നമ്മൾ പലപ്പോഴും ഗൈഡ് ചെയ്യുന്നുണ്ട്, സംടൈംസ് പുഷ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഒരു ഫോഴ്സ്, നമ്മൾ പറയില്ല, എന്തോ ഒരു ശക്തി നമ്മളെങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയണ പോലെ, അത് തന്നെ. ഈ ഫോഴ്സിന് ഇതിനകത്തൊരു ഫിലോസഫർ ബെർഗ്സൺ പറയുന്നുണ്ട്, ആ ഫോഴ്സിനെ ഇലാൻ വിറ്റാൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഡോക്ടർ മോണ്ടിസോറി ഈ പല പല ആളുകൾ യൂസ് ചെയ്ത ടേം ഇങ്ങനെ കടമെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ഫോഴ്സ്, ആ ഒരു വൈറ്റൽ ഫോഴ്സ്, ആ ഒരു വൈറ്റൽ എനർജീനെ മോണ്ടിസോറി വിളിച്ചത് ഹോം എന്നായിരുന്നു. HORME, ഹോം. ഹോമിനെ കുറിച്ച് താഴെ കുറച്ചുകൂടെ പറയുന്നുണ്ട്. നമ്മളെ ഓരോന്നിലേക്കും ഗൈഡ് ചെയ്യുന്ന, പുഷ് ചെയ്യുന്ന ഒരു ഇൻസൈറ്റ്, ഇന്നർ ഫോഴ്സ്, ഏർജ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ മോണ്ടിസോറി കോഴ്സ് എടുക്കാനായിട്ട് നമ്മളെ ഫോഴ്സ് ചെയ്തു സംതിങ്, ദാറ്റ് ഇസ് അവർ ഹോം. അതുപോലെ ഒരു കുഞ്ഞ് അവൻ ചാടാനായിട്ട് അവന്റെ ഉള്ളിൽ നിന്നൊരു ഫോഴ്സ് അവൻ എക്സേർട്ട് ചെയ്യുന്നുണ്ടാവും, അവൻ ചാടും, ഓടും, അല്ലെ? അങ്ങനെ പല കാര്യങ്ങളും. അപ്പൊ ഇത് അങ്ങനെ എല്ലാ മനുഷ്യരിലും ഒരു വൈറ്റൽ എനർജി ഉണ്ട്, ഒരു വൈറ്റൽ ഫോഴ്സ് ഉണ്ട്. അതിനെ മോണ്ടിസോറി വിളിച്ചത് ഹോം എന്നായിരുന്നു. ഈ ഫോഴ്സ്, അപ്പൊ ഇതൊരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. ഗ്രീക്ക് പല പല ലാംഗ്വേജിൽ നിന്നും പല വേർഡ്സ് ഇവര് ബോറോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഈ ഒരു ഫോഴ്സ്, നമുക്കറിയാം നമ്മളുടെ ബോഡിയിലൊക്കെ ഹോർമോൺസ് ഉണ്ട്, അല്ലെ? ഹോർമോൺ ചേഞ്ചസ് ആന്ന് പറയും. ചിലപ്പോൾ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ കാഷ്വലി യൂസ് ചെയ്യാറുണ്ട്, ഇതൊക്കെ ഹോർമോൺ ചേഞ്ചസ്. പിന്നെ ചില കുട്ടികളെ നമ്മൾ പറയും ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ്, ഒരു രക്ഷയില്ലാന്നത്. അപ്പൊ മറിയാം മോണ്ടിസോറി പറയുന്നത് അങ്ങനെ ഒരു എനർജി, ഒരു വൈറ്റൽ എനർജി എല്ലാരിലും ഉണ്ട്. ആ വൈറ്റൽ എനർജി നമ്മൾ പോസിറ്റീവ് വേയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട്, ഔട്ട്കം നല്ലതായിരിക്കും. ആ വൈറ്റൽ എനർജി നെഗറ്റീവ് സൈഡിലേക്ക് പോകുമ്പോഴാണ് ഡാമേജ് ആവുന്നത്. അപ്പോ ടീച്ചേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം അറിയാം, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് ക്ലാസ്സിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയ കുട്ടികളെ പിടിച്ചിട്ട് ലീഡർ ആക്കി കഴിയുമ്പോഴേക്കും ആളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, അത് തന്നെയാണ് മറിയാം മോണ്ടിസോറിയും പറയുന്നത്. ആ ഹോമിനെ നമ്മൾ ഗൈഡ് ചെയ്യിക്കുക, പുഷ് ചെയ്യിക്കുക. എന്താണോ നമുക്ക് ഔട്ട്കം കിട്ടേണ്ടത് ആ രീതിയിലേക്ക് ആ കുട്ടിയുടെ ആ ഒരു എനർജി യൂസ് ചെയ്യുക. ഓരോ കുട്ടികളിലും ഈ വൈറ്റൽ എനർജി, ഹോം പല ലെവൽസിലായിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ ഇവനെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുക. ഇപ്പൊ കഴിഞ്ഞ സാറ് പറയണ്ടായിരുന്നു, മകൻ ഡ്രോയിങ്
വരയ്ക്കും എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ അവനെ ചെറിയ ക്ലാസ്സിൽ അവന്റെ പ്രീ സ്കൂൾ ടീച്ചർ, അവന്റെ KG പഠിപ്പിച്ച ടീച്ചർക്ക് അത് മനസ്സിലായി എന്നുള്ളത് പറയുമായിരുന്നു. വൈവ ചെയ്ത സമയത്ത് ഷെയർ ചെയ്ത ഒരു കാര്യം. അപ്പൊ പറയാണ് ഈ ഒരു മെത്തേഡിലേക്ക് വന്നപ്പോ എനിക്കും തോന്നുന്നുണ്ട് അങ്ങനെ എനിക്കും കുട്ടികളിലെ എനർജി മനസ്സിലാകും എന്നുള്ളത്. അത് ഇത് തന്നെയാണ്, ഈ ഹോമാണ്. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ. മരിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബോക്സിൽ വരുന്നതല്ല. കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ്, എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് മോണ്ടിസോറി പറയുന്നത്. മോണ്ടിസോറി പറയുന്നത് എഡ്യൂക്കേഷൻ ഇൻഡിവിജ്വലായിട്ട് കണക്ട് ചെയ്യണം. അതായത് വൺ സെൽഫ്, നമ്മളെ തന്നെ അറിയുന്നതായിരിക്കണം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായിരുന്നു അതായത് ഒരു സൊസൈറ്റിക്ക് എന്താണോ ആവശ്യം ആ രീതിയിലേക്ക് മൗൾഡ് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കണം എഡ്യൂക്കേഷൻ ഓരോരുത്തർക്കും പ്രൊവൈഡ് ചെയ്യേണ്ടിയിരുന്നത്. അത് ഒരു ആളുടെ ലൈഫിലെ എല്ലാ ഫേസസുമായിട്ടും കണക്റ്റഡ് ആയിരിക്കണം ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം, അല്ലാതെ പുറമേയുള്ള ഫുൾ നമ്മുടെ സൊസൈറ്റിയിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്താവരുത്. ആ ഒരു ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്തായിരിക്കും. അപ്പൊ സാധാരണ മെത്തേഡിൽ എന്താ, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ ഒരുപോലെ ആണ് ലേണിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുപോകുന്നത്. പക്ഷെ മോണ്ടിസോറി മെത്തേഡിൽ ഓരോ കുട്ടീനെയും അവരുടെ രീതിക്ക് അനുസരിച്ചാണ് ലേണിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതൊരു ലൈഫ് ജേർണിയാണ്. ഓക്കെ, ഇൻഡിവിജ്വൽസിന്റെ ഡെവലപ്മെന്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എഡ്യൂക്കേഷൻ. പിന്നെ അവരുടെ നീഡ്സ്, പിന്നെ അവരുടെ ആ ഒരു അഡാപ്റ്റീവ് പ്രോസസ്, അവര് എല്ലാ സിറ്റുവേഷനുമായിട്ട് മേർജ് ചെയ്ത് പോകുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും എൻവയോൺമെന്റുമായിട്ട് മേർജ് ചെയ്ത് പോകുന്ന രീതിയിൽ വേണം എഡ്യൂക്കേഷൻ നടത്താൻ. അല്ലാതെ എൻവയോൺമെന്റിലുള്ള പല കാര്യങ്ങളും കുട്ടികൾക്ക് ഡേഞ്ചർ ആണ്, അവരെ അതിനൊന്നും പ്രൊമോട്ട് ചെയ്യാതെ ക്ലാസ് റൂമിൽ തന്നെ അടക്കിയെടുക്കുന്ന രീതിയിൽ എഡ്യൂക്കേഷൻ ചെയ്യരുതെന്നാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. ഇൻഡിവിജ്വലിന്റെ നീഡ്സിനനുസരിച്ച് വേണം എഡ്യൂക്കേറ്റ് ചെയ്യാൻ. അങ്ങനെയാവുമ്പോൾ സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളായിട്ട് മാറും. അപ്പൊ നമ്മള് ആ ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ പോകുമ്പോൾ നമ്മൾക്ക് ഒരു സെൽഫ് നോളജ് ഉണ്ടാവും. നമ്മളെ കൂടുതലായിട്ട് അറിയും, നമ്മുടെ പൊട്ടൻഷ്യൽ നമ്മൾ മാക്സിമം യൂസ് ചെയ്യും. ആ ഒരു രീതിയിൽ അങ്ങനെ ഓരോ കുഞ്ഞിനെയും ആ രീതിയിൽ മൗൾഡ് ചെയ്തെടുക്കുവാണ് മോണ്ടിസോറി മെത്തേഡിന്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കുറച്ചു മുമ്പ് പറഞ്ഞ ഹോം, അതാണ് നെക്സ്റ്റ്, ഹോർമോൺസ് എന്നുള്ള രീതിയിൽ. എല്ലാവരുടെയും ബോഡിയിൽ ഹോർമോൺസ് ഉണ്ടെന്ന് അറിയാം. ഇത് ഒരു ലീഡിങ് ഫോഴ്സ് ആണ്. കുട്ടികൾ മോർ ക്രിയേറ്റീവ്, ഇന്റലിജന്റ് ആകാനുള്ള ഒരു ലീഡിങ് ഫോഴ്സ് ആണ്. അവരുടെ ആ ഔട്ട്കം, ഫൈനൽ ഗോളിലേക്ക് എത്താൻ ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റൽ എനർജിയാണ്. ഇലാൻ വിറ്റാൽന്ന് ബെർഗ്സൺ പറഞ്ഞ അതേ ഫോഴ്സ്. ഓക്കെ, അതാണ് ഒരു ലീഡിങ് ഫോഴ്സ് ആണ്. പിന്നെ നമുക്കറിയാം നമ്മുടെ പ്രപഞ്ചത്തിലെ യൂണിവേഴ്സിലെ ഓരോ കാര്യങ്ങളും ഫോം ചെയ്തിരിക്കുന്നത് പലതരം എനർജി സോഴ്സസ് ആണ്. ലൈക്ക് സൺ എനർജി സോഴ്സ് ആണ്, സ്റ്റാർസ് എനർജി സോഴ്സസ് ആണ്, എർത്തിലുണ്ട് എനർജി സോഴ്സസ്. അതുപോലെ തന്നെയാണ് എല്ലാവരും, എല്ലാ ആളുകൾക്കും ഒരാളെന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജിയാണ് നമ്മൾ ചില ആളുകളെ പറ്റി പറയില്ലേ. എല്ലാ ആളുകളും എനർജി സോഴ്സസ് തന്നെയാണ്. ഓരോരുത്തരുടെ എനർജി ലെവല് മാറിയിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഇത് അൺകോൺഷ്യസ് ഇന്റലിജൻസ് പോലെയാണെന്നാണ് മരിയ മോണ്ടിസോറി പറയുന്നത്. നമ്മൾ അറിയുന്നില്ല, നമ്മൾക്ക് ഇങ്ങനെ ഒരു എനർജി ഉണ്ട്. ആ ഒരു എനർജീനെ കണ്ടെത്തി ഗൈഡ് ചെയ്ത് പുഷ് ചെയ്ത് റിസൾട്ടിലേക്ക്, ഗോളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മോണ്ടിസോറി മെത്തേഡിൽ ചെയ്യുന്നത്. ഇതില് കെമിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. നമുക്കറിയാം ഒരു സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ മോളിക്യൂൾസ് ചേർന്നതാണ്. അതുപോലെ അത് ലിക്വിഡ് ആണെങ്കിലും ഗ്യാസ് ആണെങ്കിലും സോളിഡ് ആണെങ്കിലും ഇപ്പൊ ഒരു സർട്ടൻ പ്രഷർ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പൊ ലിക്വിഡിന് ഒരു പർട്ടിക്കുലർ സർട്ടൻ പ്രഷർ ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഡീഫോർമേഷൻ സംഭവിക്കാം. അതിന് ചേഞ്ചസ് വന്ന് വേറെ കോമ്പൗണ്ട് ആയിട്ട് മാറാം. അതുപോലെ തന്നെയാണ് മനുഷ്യരിലുമുള്ള ഈ എനർജി സോഴ്സ്, ഈ ഹോം. ആ ആളുകളിൽ ഒന്ന് ഗൈഡ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ഇതാക്കി പുഷ് ചെയ്ത് വിടുമ്പോഴേക്കും അതിന്റെ റിസൾട്ട് വളരെ കൂടുതലായിരിക്കും. ഡ്രോയിങ് അറിയാമെന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ ആ ഫീൽഡിലേക്ക് തിരിച്ചു വിടുന്നു. സ്പോർട്സിലാണെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് തിരിച്ചു വിടുന്നു. ലൈക്ക് ലാംഗ്വേജിൽ കൂടുതലുണ്ട് ആ ഒരു ഫീൽഡിലേക്ക്, മാത്സ് ആണെങ്കിൽ അങ്ങനെ. അതാണ് ഈ ഒരു എനർജി മനസ്സിലാക്കി ഗൈഡ് ചെയ്യാനായിട്ട് പറ്റണം.
പിന്നെ നമുക്കറിയാം, നമ്മളിപ്പോ ബോധത്തോടെ ഇരിക്കുമ്പോൾ നമ്മളുടെ ആക്ഷൻസ് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നമുക്കറിയാം എന്ത് ചെയ്യണം, നമ്മൾ ബോധവാന്മാരാണ്. അതേസമയം നമ്മളുടെ ബോധത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പലപ്പോഴും ആക്ട് ചെയ്യുന്നത് ഹിപ്നോട്ടിസം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നാല്, അതായത് അൺകോൺഷ്യസ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേറ്റിലാണ് ഹിപ്നോട്ടിസം ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ. അപ്പൊ അത് എന്ന് പറയുന്നത് ഒരു കമ്പല്ലിങ് ആക്ഷൻ ആണ് നടക്കുന്നത്. നമ്മൾ പറയും, നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഉറങ്ങുമ്പോൾ റെസ്റ്റ് ആയിരിക്കും, പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ ആക്റ്റീവ് ആയിരിക്കും ആ ഒരു സമയത്ത്. അതാണ് ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ ഉറക്കിയിട്ട് അവരിങ്ങനെ ആ മെമ്മറിയിലുള്ള കാര്യങ്ങളെല്ലാം റിട്രീവ് ചെയ്തെടുക്കുന്നത്. അത് എത്രത്തോളം സയന്റിഫിക് ആണെന്ന് എനിക്കറിയില്ല. അതൊരു സയന്റിഫിക് മെത്തേഡ് ഓഫ് തെറാപ്പി ആണെന്നും ഞാൻ പറയില്ല. റിസൾട്ട് കാണുന്നുണ്ട്, നമുക്ക് ആ റിസൾട്ടിന്റെ സത്യാവസ്ഥയും അറിയില്ല. കാരണം സബ് കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യം ആരും അറിയണില്ലല്ലോ. അപ്പൊ ആ പറയുന്ന കാര്യം എത്രത്തോളം ശരിയാണെന്നുള്ളതും അറിയില്ല. എന്നാൽ നമ്മുടെ വില്ലിന് അഗെയിൻസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു ആക്ഷനാണ് നോട്ടിസ് എന്ന് പറയുന്നത്. ആ ഒരു ഇതിനകത്ത് ഇത്രയും പറഞ്ഞാൽ മതി. ഹോം എന്ന് പറയുന്നത് ഒരു എനർജി സോഴ്സ് ആണ്. അത് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ആ ഒരു എനർജി സോഴ്സ് ഇറ്റ് ഇസ് കണക്റ്റഡ് വിത്ത് അവർ ഹോർമോൺസ്. ഓക്കെ, ആ ഒരു എനർജി സോഴ്സിനെ കറക്റ്റ് കണ്ടെത്തി ഗൈഡ് ചെയ്യുക, എന്നിട്ട് എൻഡ് റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഓരോ ഇൻഡിവിജ്വലിലും, ഓരോ കുട്ടിയിലും ഈ എനർജി സോഴ്സ് ഉണ്ട്, ഹോം. ഇത് പോസിറ്റീവായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നല്ലതായിരിക്കും. അതേസമയം ഇത് നെഗറ്റീവ് സൈഡ്സിലേക്ക് പോവാം. കുട്ടി അഗ്രസീവ് ആകാം, ഡിസ്ട്രക്റ്റീവ് ആകാം, വയലന്റ് നേച്ചർ ആകാം. അപ്പൊ എങ്ങനെ കുട്ടിയെ നമ്മൾ ഗൈഡ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് റിസൾട്ട് പോസിറ്റീവും നെഗറ്റീവുമായി മാറുന്നത്. പലപ്പോഴും ഇങ്ങനെ ചില ടീച്ചർമാർക്ക് അതിന് ഭയങ്കര ഒരു കഴിവാണ് കുട്ടികളെ ഇതാക്കാൻ. പാരന്റ്സ് വളരെ സഹി കേട്ടിട്ടുണ്ടാവും, ഒട്ടും പറ്റുന്നില്ല, അവരെ ഞങ്ങൾക്ക് ഒരു രീതിയിലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. അങ്ങനെ വരുമ്പോൾ ചിലപ്പോ ഇവർ സൈക്കോളജിസ്റ്റുകളെയൊക്കെ കാണിക്കാനായിട്ട് കൊണ്ടുപോകും. അപ്പൊ അവര് ചില ആക്ടിവിറ്റീസും തെറാപ്പിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ കുട്ടി പതുക്കെ അതിന്റെ ആ എക്സ്ട്രാ എനർജി അവൻ യൂസ് ചെയ്തത് അവൻ നല്ല നല്ല കാര്യങ്ങളിലേക്ക് ഇത് ഡീവിയേറ്റ് ചെയ്ത് വിടുമ്പോഴേക്കും അവൻ അങ്ങനെ നോർമലൈസ്ഡ് ആകും. ശരിക്കും ഡീവിയേഷനും നോർമലൈസേഷനുമാണ് അവിടെ ശരിക്കും നടന്നത്. ഡീവിയേറ്റഡ് ചിൽഡ്രനും നോർമലൈസ്ഡ് ചിൽഡ്രനും ആക്കി മാറ്റുകയാണ്. അതിന് സമയമെടുക്കും. ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് പോകാനായിട്ട് സംടൈംസ് ടൈം എടുക്കും കുട്ടികളുടെ എനർജി ലെവൽ അനുസരിച്ച്. ഇതാണ് എഡ്യൂക്കേഷൻ ചെയ്യേണ്ടതെന്നാണ് പറയാൻ മോണ്ടിസോറി പറയുന്നത്. ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു വൈറ്റൽ ഫോഴ്സ് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഗൈഡ് ചെയ്ത് വിടും. അതാണ് എഡ്യൂക്കേഷനിൽ നടക്കുന്നത്. ട്രഡീഷണൽ മെത്തേഡിൽ നമുക്ക് അങ്ങനെ പറ്റുന്ന പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചില ടീച്ചർമാര് അങ്ങനെ ആ കുട്ടിയുടെ പോസിറ്റീവ് കണ്ട് അവനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഇതാണ് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്. ആ ഒരു അവന്റെ ട്രാക്കിലൂടെ വന്ന് അവനെ അതിൽ ടോപ്പ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, ഈ ചെസ് ചാമ്പ്യന്മാരുടെ കാര്യം പറഞ്ഞില്ലേ, അവരുടെ എല്ലാം പുറകെ അവരുടെ പാരന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ഫീൽഡിലെ പ്രഗത്ഭരായവരുടെ കാര്യം നോക്കുമ്പോൾ നമുക്കറിയാം അവരുടെ എല്ലാം പുറകില് അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ടാണ്. കാരണം അവരുടെ എനർജി, അവരുടെ ആ ഒരു പോസിറ്റീവ് എന്താന്ന് മനസ്സിലാക്കി അവരെ അതിലേക്ക് പുഷ് ചെയ്യുന്നത്. അപ്പൊ യൂണിവേഴ്സ് ആരെയൊക്കെയോ റെഡിയാക്കും ഇതിന് വേണ്ടിയിട്ട്. ആ ഒരു റോളാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അപ്പൊ ഹോം എന്ന് പറയുന്നത് ആ ഒരു ഫോഴ്സ് ആണ്. കുട്ടികൾക്ക് അവരുടെ വർക്ക് ചെയ്യാനുള്ള എനർജി സോഴ്സും ആ ഒരു ഫോഴ്സ് ആണ്. അവര് റിപ്പീറ്റ് ചെയ്യുന്നു, അവര് സാറ്റിസ്ഫൈഡ് ആകുന്നവരെയും അവർ ചെയ്യുന്ന വർക്ക്. അപ്പൊ ഈ ഒരു ഹോം എന്നുള്ള എനർജി സോഴ്സ് മനസ്സിലാക്കി അതിനനുസരിച്ചാണ് മറിയ മോണ്ടിസോറി മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തതും ഓരോ കുട്ടിക്കും അവന്റെ എനർജിക്ക് അനുസരിച്ച് മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. ഓക്കെ, ചെറിയ കുട്ടികളിൽ മേ ബി ഇത് ഒരു അൺകോൺഷ്യസ് ലെവലിലായിരിക്കും. കാരണം കുഞ്ഞുങ്ങൾ ഓരോരോ പ്രായം ചെല്ലുമ്പോഴാണ് അവരുടെ ഇൻട്രസ്റ്റുകൾ മാറി മാറി വരുന്നത് നമ്മൾ കാണും. അപ്പൊ ചെറിയ കുട്ടികൾ ചിലപ്പോൾ അവർ കൂടുതലായിട്ട് ചെയ്യുന്നത് എന്താ, ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പൊ കാണാം അവരുടെ ആ ഒരു എന്താ പറയാ, പല കാര്യങ്ങളും അവർ സ്പീഡിൽ ചെയ്യുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ അവര് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇതൊരു ബേസിക് ഫോഴ്സ് ആണ്. ഇത് കോൺഷ്യസ് ആവാം, അൺകോൺഷ്യസ് ആവാം. അൺകോൺഷ്യസ് പാർട്ട്
വളരെ ഗ്രേറ്റർ ആണെന്ന് പറയുന്നത്. കാരണം ഏറ്റവും ചെറിയ കുട്ടികളിലാണ് ഈ അൺകോൺഷ്യസ് ആയിട്ട് നടക്കുന്നത്. വലിയ കുട്ടികളിൽ നമുക്കറിയാം അവരുടെ ആ എനർജി എന്തിനുള്ളതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇപ്പൊ ഫുട്ബോളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു, അവന്റെ എനർജി അതിലാണ് യൂസ് ചെയ്യുന്നത്. ഡാൻസർ ആണെങ്കിൽ അതിൽ യൂസ് ചെയ്തു, സിംഗർ ആണെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അവൻ അതിൽ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ വലുതാവുമ്പോൾ നമുക്ക് ഇവരുടെ ഒരു ഫോം എന്ന് പറയുന്നത് കോൺഷ്യസ് ആവുന്നത് മനസ്സിലാകും. നമുക്ക് മനസ്സിലാകും അത് എന്ത് എനർജിയാണ് അവനെ ഇങ്ങോട്ട് ഗൈഡ് ചെയ്യുന്നുള്ളത് മനസ്സിലാകും. പക്ഷെ ചെറിയ കുട്ടികളിൽ അത് അൺകോൺഷ്യസ് ആണ്. അവരുടെ ഏത് ഗോളിലേക്ക് അവരെ എത്തിക്കുന്നുള്ളത് നമുക്കപ്പോ മനസ്സിലാവില്ല, അവർ കുറച്ചുകൂടെ വലുതാകുമ്പോഴും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാം, അതിലേക്ക് ഇവരെ ഡീവിയേറ്റ് ചെയ്യാം. അവർ മാറി 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 വരുന്ന കാണാം. ഓരോ ആക്ടിവിറ്റീസും ചിലപ്പോ ഇന്നൊരു ദിവസം ചെയ്യുന്നതായിരിക്കില്ല പിറ്റേ ദിവസം അവർ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അത് കുറച്ചുകൂടെ അവര് വലുതാവുമ്പോഴേക്കും ഡെവലപ്മെന്റ് സ്റ്റേജ് മാറുമ്പോഴേക്കും അത് മനസ്സിലാകും. നെക്സ്റ്റ് വൺ നെയിം ആണ്. നെയിം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെമ്മറി. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഹോം, നെയിം എല്ലാം കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. നെയിം ഒരു ജനറ്റിക് മെമ്മറിയാണ്. എല്ലാ ജീവജാലങ്ങളിലും നെയിം എന്നുള്ള മെമ്മറി ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊരു അൺകോൺഷ്യസ് മെമ്മറിയാണ്. പലപ്പോഴും പഴയ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്റ്റോറേജ് ഡിവൈസ് പോലെ. ഇത് അനിമൽ ലൈഫിലും പ്ലാൻ ലൈഫിലും ഉണ്ട്. ഫ്ലോറ പ്ലാൻ ലൈഫ്, ഫോണ അനിമൽ ലൈഫ്. അപ്പൊ ബോത്ത് ഫ്ലോറയിലും ഫോണയിലുമുള്ള ഒരു മെമ്മറിയാണ്. നിങ്ങൾക്ക് അത് അറിയാൻ പറ്റുമായിരിക്കും. നമ്മള് കുറച്ച് 2-3 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ വീട്ടിലെ ചെടികളുടെ ഒരു അവസ്ഥ, നമ്മൾ വന്ന് അതിന്റെ അടുത്ത് ചെന്ന് അതിനെ വെള്ളമൊക്കെ കൊടുത്ത് ഒന്ന് സംസാരിക്കുവാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. നിറയെ പൂക്കളുണ്ടാവും. ഞാനിവിടെ ചെയ്യുന്ന കാര്യമാണ് ചെടികളോട് സംസാരിക്കും. അങ്ങനെ ജീവനുള്ളതാ, അതുങ്ങൾക്ക് കേൾക്കാം, അവർക്ക് കേൾക്കാനായിട്ട് പറ്റും. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ എല്ലാ ജീവനുള്ള എല്ലാത്തിനും ഉള്ളതാണ് ഈ നീം എന്ന് പറയുന്നത്. ഈ നീം ഉള്ളത് കൊണ്ടാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്നാണ് പറയുന്നത്. ചെടികള് പുതിയ തൈ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ സീഡ് വീണ് അങ്ങനെ ഉണ്ടാകുന്നു. അങ്ങനെ 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 ഇപ്പൊ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നതാണെങ്കിൽ ഫ്ലവേഴ്സ് നിറയെ ഉണ്ടാവുന്നു, ഫ്രൂട്ട്സ് ഉണ്ടാവേണ്ടതാണെങ്കിൽ ഫ്രൂട്ട്സ് നിറയെ ഉണ്ടാവും. ഈ ഒരു റീപ്രൊഡക്ഷൻ നടക്കുന്നതിനൊരു റീസൺ നീം കൂടിയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഫ്ലോറയിലും ഫോണയിലും, ഫ്ലോറ എന്ന് പറഞ്ഞാൽ പ്ലാൻ ലൈഫ്, ഫോണ് അനിമൽ ലൈഫ്, ഇത് രണ്ടിലും അത് ആ ഒരു വേർഡ് അതിനകത്ത് വരുന്നില്ല. അത് നോട്ട് ചെയ്ത് വെച്ചു കേട്ടോ. കാരണം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്ലാൻ ലൈഫ് അനിമൽ ലൈഫ് എന്നൊന്നും ചിലപ്പോൾ ചോദിക്കില്ല. ക്ലാസ്സിൽ ഞാൻ ഫ്ലോറ ഫോണാന്ന് പറഞ്ഞിട്ടുള്ള തന്നെ ഞാൻ ഫ്ലോറ ഫോണാന്നേ പറയുള്ളൂ. ഓക്കെ, മാം ആ ഫ്ലോറ ഫോൺ എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ ഒന്ന് ലെഫ്റ്റ് ആയി പോയായിരുന്നു. ജസ്റ്റ് ഒന്ന് എന്താന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. സ്കൂളിൽ നിന്ന് വിളിച്ചതായിരുന്നു, അതാണ്. സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാനൊരു അക്കാഡമി ഉണ്ട് ഇവിടെ, ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ, അവിടെ ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. അവിടെയാണ് വർക്ക് ചെയ്യുന്നത് നിലവിൽ. അപ്പൊ ഞാൻ സ്കൂളിൽ ഇങ്ങനെ ബയോഡേറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്റർവ്യൂവിന് ചെല്ലാൻ വേണ്ടി വിളിച്ചതാണ് ട്യൂസ്ഡേ. ഓക്കെ, ട്യൂസ്ഡേ ആണോ ഇന്റർവ്യൂ? ട്യൂസ്ഡേ ചെല്ലാൻ പറഞ്ഞു. അതുകൊണ്ടാ കട്ട് ചെയ്തത് മാം. അത് മാത്രം, ആ വേർഡ് മാത്രം ഒന്ന് പറയാം മാം. ഫ്ലോറ പ്ലാൻ ലൈഫ് ആണ്. ഓക്കെ മാം. ഫോണ അനിമൽ ലൈഫ്, FAUN. ഓക്കെ മാം. ഓക്കെ മാം. ബയോളജി, സുവോളജി അവരൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഈ ഒരു വേർഡായിരിക്കും, ഫ്ലോറ ആൻഡ് ഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് രണ്ട് ലിവിങ് തിങ്സിലും എന്തൊക്കെ ലിവിങ് തിങ്സ് ഉണ്ടോ അവർക്ക് ഈ നീം ഉണ്ടെന്നാണ് പറയുന്നത്. അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും ഈ നീമുമായിട്ട് റിലേറ്റഡ് ആണ്. ബേർഡ്സ് കൂടുണ്ടാക്കുന്നു, ഡിഫറെന്റ് കൈൻഡ് ഓഫ് നെസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അല്ലെ. ഇപ്പൊ ഒരു ബേർഡ്, ഇപ്പൊ കാക്ക ഉണ്ടാക്കുന്ന കൂട് പോലെയല്ല മറ്റിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന, അതുണ്ടാക്കുന്നത് അടയ്ക്കാൻ
കിളിയോ അടയ്ക്കക്കുരുവിയോ എന്തോ ഒരു ചെറിയ പക്ഷി ഉണ്ടല്ലോ അവരുണ്ടാക്കുന്നത്. അങ്ങനെ ഓരോ ബേർഡും അവരുടെ ഒരു കംഫർട്ടബിൾ, അവരുടെ രീതിക്ക് അനുസരിച്ച്, അവരുടെ ബോഡിയുടെ വലുപ്പം അനുസരിച്ച് അവര് നെസ്റ്റ് ഉണ്ടാക്കുന്നു. പക്ഷെ ഒരു സ്പീഷീസിൽ ഒരേപോലത്തെ നെസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഈ നെയിമിന്റെ കാര്യം പറയുന്നത്. ഒരേ സ്പീഷീസിൽ ഒരേപോലത്തെ നെയിമായിരിക്കും. അതായത് ഈ മെമ്മറി, നെയിം എന്ന് പറയുന്നത് ജനറ്റിക് മെമ്മറിയാണ്. ഈ മെമ്മറി അൺകോൺഷ്യസ് മെമ്മറി ആണ് പലപ്പോഴും പഴയ കാര്യങ്ങൾ ഓർക്കുക എന്നുള്ളത്. പിന്നെ നെയിം 2 ടൈപ്പ് ഉണ്ടെന്നാ പറയുന്നത്. വൺ ഫിസിക്കൽ കൈൻഡ്, ഫിസിക്കലായിട്ട് നമുക്ക് എന്താ പറയാ മനസ്സിലാക്കാവുന്ന ടൈപ്പ് ഉള്ളത്. പിന്നെയുള്ളത് ഓൾ ലൈഫ് ഫോംസിൽ, നേരത്തെ പറഞ്ഞ പ്ലാന്റ്, അനിമൽ, മാൻ, ഹ്യൂമൻ ബീയിങ്, ഇതിലെല്ലാം ഉള്ളതാണ് സെക്കൻഡ് ടൈപ്പ്. ഈ റീപ്രൊഡക്ഷൻ എന്നുള്ള കാര്യം നടക്കുന്നത് നെയിം ഉള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത്. നമുക്ക് ആ ഒരു ഇൻസൈറ്റ് നമ്മുടെ ഉള്ളിൽ ഇത് ഉണ്ട്, ഈ മെമ്മറി കാര്യം. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഡിനോസേഴ്സ് എല്ലാം വൈപ്പ് ഔട്ട് ആയി പോയി നമ്മുടെ ലോകത്തുനിന്ന്. മീൻസ് ലോകത്തുനിന്ന് തന്നെ വൈപ്പ് ഔട്ട് ആയി പോയ ഒരു സ്പീഷീസ് ആണ്. മാമൽസ് ആയിരുന്നു അവരില്ലാണ്ടായി. അതിന് കാരണം പറഞ്ഞത് അവർക്ക് അഡാപ്റ്റേഷൻ കുറവായിരുന്നു, ആ ഒരു കപ്പാസിറ്റി കുറവ്. ഐസേജ് വന്നപ്പോ ആ തണുപ്പ് അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയില്ല, അതിനുള്ള പവർ അവർക്ക് കിട്ടിയില്ല. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചസും അങ്ങനെ പല കാര്യങ്ങളും വന്നപ്പോൾ ആ സിറ്റുവേഷൻസുമായിട്ട് അഡാപ്റ്റഡ് ആവാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഇല്ലാണ്ടായത്. അതിന് പകരമുണ്ടായ ഒന്ന് പോകുമ്പോ വേറൊന്ന് റീപ്ലേസ് ചെയ്യുന്ന പറയുന്ന പോലെ തന്നെ കുറച്ചുകൂടെ ആ സിറ്റുവേഷനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന, അഡാപ്റ്റഡ് ആയി പോകുന്ന മാമൽസ് ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നതാണ് പറയുന്നത്. ഓക്കെ, ഈ അഡാപ്റ്റബിലിറ്റി നമുക്ക് ത്രൂ അവർ ജീൻസ്, നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടും വരുന്നതാണ് പറയുന്നത് ഈ ഒരു അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ ഹ്യൂമൻ ജീൻസ് ഡൊമിനന്റ് ആണ് എപ്പോഴും. എന്താ പറയാ, ഇങ്ങനെ അവരുടെ ആ ജീനിനനുസരിച്ചുള്ള സ്വഭാവങ്ങൾ ഇങ്ങനെ ഹ്യൂമൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ എൻവയോൺമെന്റ് ചേഞ്ച് ആവുമ്പോ, ഈ എൻവയോൺമെന്റ് ചേഞ്ച് ആകുമ്പോൾ ആ ഒരു ചേഞ്ചസ് ജീനിലും ആ ഒരു ചേഞ്ചസ് വരുന്നതാണ് പറയുന്നത്. ആ പുതിയ എൻവയോൺമെന്റുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാവുന്ന രീതി. ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മെത്തേഡ്സ് എടുക്കുന്ന പോലെ തന്നെ നമ്മളുടെ ചുറ്റുമുള്ള പല കാര്യങ്ങളും മാറുമ്പോൾ അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്തും. ഇപ്പോ ഫുഡ് ഹാബിറ്റ്സ് തന്നെ ഓരോ റീജിയനിലുള്ള ആൾക്കാരുടെ ഫുഡ് ഹാബിറ്റ്സ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ചിലര് സ്വീറ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യും, ചിലര് അങ്ങനെ സ്പൈസി, ചിലര് ഇതെന്ന് പറയാ റോ ആയിട്ട് ഫുഡ് ഐറ്റംസ് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലും ഭക്ഷണങ്ങൾ, അതൊക്കെ ഇങ്ങനെ എന്താ പറയാ അഡാപ്റ്റേഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും. ഈ നെയിം ഉള്ളത് കൊണ്ടാണ് ഈ അഡാപ്റ്റേഷൻ നടക്കുന്നതെന്ന് പറയുന്നത്. നെയിം, ഇങ്ങനൊരു മെമ്മറി ഉള്ളത് കൊണ്ടാണ് അഡാപ്റ്റേഷൻ നടക്കുന്നതെന്ന് പറയുന്നത്. അപ്പോ ചെറിയ കുട്ടികളിലാണ് അഡാപ്റ്റേഷൻ എളുപ്പമാകുന്നത്. വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ സാഹചര്യവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കാനൊന്നും പറ്റുമെന്നില്ല. പക്ഷെ ചെറുപ്പത്തിലേ ഇവരെ പ്രോപ്പർ ആയിട്ട് ഗൈഡ് ചെയ്യുമ്പോൾ ഇവര് ഡെവലപ്പായി അഡൾട്ട് ആവുമ്പോഴേക്കും ഒരു എന്തൊരു സിറ്റുവേഷൻ വരുമ്പോഴും അതുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാനായിട്ട് അവർ പ്രാപ്തരാകും. അതാണ്. പിന്നെ നമുക്കറിയാം, മറിയം മോണ്ടിസോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഹ്യൂമൻ ബീയിങ്സ് ഇൻകേപ്പബിൾ ആണ് ജനിച്ച ഉടനെ. പലതും അവർക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. മറിയം മോണ്ടിസോറി പറയുന്നതല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഒരു കുഞ്ഞ് ഒരുവിധമൊക്കെ ഒന്ന് വളരുന്നവരെയും അവൻ ഡിപ്പെൻഡന്റ് ആണ്. അവന് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ അതേസമയം ഒരു പ്ലാന്റ് അല്ലെങ്കിൽ അനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്ലാന്റ്, അതിന് സൺലൈറ്റും വെള്ളമൊക്കെ കിട്ടിയ അതിങ്ങനെ വളർന്നോളും. അതിന് വേരുണ്ട്, വേര് തന്നെത്താനെ പോയി അന്വേഷിക്കും അതിന് വേണ്ടുന്ന മറ്റ് ന്യൂട്രിയൻസ് അല്ലെ. പക്ഷെ ഒരു കുഞ്ഞു കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല, അതിനെ അന്വേഷിച്ച് നടക്കാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് അവർ ഇൻകേപ്പബിൾ ആണ്. അപ്പോൾ പ്ലാന്റ്സ് മോർ അഡാപ്റ്റബിൾ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ദാൻ ഹ്യൂമൻ. കുട്ടിയെ നമ്മൾ അതിനനുസരിച്ച് മോൾഡ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് അവൻ സാഹചര്യങ്ങളുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതുപോലെ ചില ഇൻസ്റ്റിങ്ക്റ്റുകൾ
അത് എല്ലാ ലിവിങ് ബീയിങ്സിലും ഉണ്ട്, ഹ്യൂമൻസിലും ഉണ്ട്. ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് നമ്മൾ പറയില്ലേ, ട്രേറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ, സ്വഭാവ ഗുണങ്ങൾ, സ്വഭാവ സവിശേഷതകൾ എന്നൊക്കെ പറയുന്ന പോലെ. ലൈക്ക് നമുക്കിപ്പോ ചില സവിശേഷതകൾ നമ്മുടെ ബോഡിക്ക് ഉണ്ട്. ഹാർട്ട് ബീറ്റ്സ്, ഫുഡ് ഡൈജസ്റ്റ് ആകുന്നത്, അതുപോലെ പലതരം ഫങ്ഷൻസും നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്, ഫിസിക്കലായിട്ട് നടക്കുന്നുണ്ട് ഇൻസ്റ്റിങ്ക്റ്റ്. അതുപോലെ തന്നെ മെന്റൽ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്ട്സും ഉണ്ട്. പല ഇൻസ്റ്റിങ്സുകളുണ്ട്. ചിലതെല്ലാം ലിമിറ്റഡ് ആണ്. പുതിയൊരു എൻവയോൺമെന്റ് വരുമ്പോൾ നമ്മളുടെ ഇൻസ്റ്റിങ്ക്റ്റ്, ഇപ്പൊ എനിക്ക് എന്താ പറയാ, സ്വന്തം വീട്ടിലാവുമ്പോൾ നമുക്ക് ഒരു 6 hours 7 hours ഒക്കെ ഉറങ്ങണം എന്നൊക്കെ ഒരു ആഗ്രഹം, പകല് കിടന്നുറങ്ങണം എന്നൊക്കെ തോന്നും. അതേസമയം നമ്മളൊരു പുതിയൊരു എൻവയോൺമെന്റിലേക്ക്, നമ്മൾ ഗസ്റ്റ് ആയിട്ട് ആരുടെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ വീട്ടിൽ കിടന്ന് പകൽ ഉറങ്ങുന്ന പോലെ നമ്മൾ ഉറങ്ങില്ല അല്ലെ. അപ്പൊ അതാണ്, ലിമിറ്റഡ് ആകുന്നു സംടൈംസ് ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ഡിപ്പെൻഡിങ് ഓൺ ദി എൻവയോൺമെന്റ്. ഞാൻ അത് കമ്പയർ ചെയ്യാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ എൻവയോൺമെന്റിനനുസരിച്ച് ആളുകളിൽ ഉണ്ടാകുന്ന ഈ ഇൻസ്റ്റിങ്ക്റ്റ്, സവിശേഷതകൾ, ട്രേറ്റ്സ്, സ്വഭാവ ഗുണങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ അതങ്ങ് ലിമിറ്റഡ് ആകും. ന്യൂ എൻവയോൺമെന്റുമായിട്ട് പിന്നെ അഡാപ്റ്റഡ് ആകണം. ആ ഒരു പുതിയ എൻവയോൺമെന്റുമായിട്ട് കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സ്വന്തം വീട്ടിൽ ചെയ്ത പോലെ ചിലപ്പോൾ അവിടെ തുടക്കത്തിൽ നമുക്ക് പറ്റിയെന്ന് വരില്ല. കുറച്ച് കഴിയുമ്പോൾ ആ എൻവയോൺമെന്റുമായി നമ്മൾ അഡാപ്റ്റഡ് ആകുമ്പോൾ നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് ഡെവലപ്പ് ആയി വരും. ഓക്കെ. അതുപോലെ കുഞ്ഞിനെ ആദ്യമായിട്ട് പുതിയ സ്കൂളിൽ ചെല്ലുമ്പോൾ അവന് ആ എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റഡ് ആകാൻ കുറച്ച് വിഷമം ഉണ്ടാവും. പിന്നെ അതങ്ങ് ശരിയായി വരും. ക്ലൈമറ്റ് എല്ലാം ഇതുപോലെ തന്നെ. അപ്പോ ഈ നീം എന്ന് പറയുന്നത് ഹോമിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതായത് നമ്മുടെ എനർജി സോഴ്സ്, നമ്മുടെ ഉള്ളിലുള്ള എനർജി സോഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറിയാണ് നീം എന്ന് പറയുന്നത്. തമ്മിലുള്ള കണക്ഷൻ അതാണ്. ആ ഒരാൾ ആ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഹോമും വേണം, നീമും വേണം. അതൊരു ജനറ്റിക് മെമ്മറിയാണ്. ആ ജനറ്റിക് മെമ്മറി എല്ലാ ലിവിങ് ബീയിങ്സിലും ഉണ്ട്, പ്ലാന്റ്സിലുണ്ട്, അനിമൽസിലുണ്ട്, ഹ്യൂമൻ ബീയിങ്സിലുണ്ട്. വായിക്കുമ്പോൾ കുറെ കൺഫ്യൂഷൻ ഉണ്ടാവും. അതിന്റെ ചുരുക്കം ഇതാണ്, നീം ഒരു ജനറ്റിക് മെമ്മറിയാണ്. അതെല്ലാ ലിവിങ് തിങ്സിലും ഉണ്ട്. അനിമൽ, പ്ലാന്റ്സ്, ഹ്യൂമൻ ബീയിങ്. ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് അനിമൽസിനെയും പ്ലാന്റ്സിനെയും വെച്ച് നോക്കുമ്പോൾ ജനിച്ച് കുറെ നാളത്തേക്ക് ഇൻകേപ്പബിൾ ആയിരിക്കും, ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ പെട്ടെന്ന് ഈ ഇൻസ്റ്റിങ്ക്റ്റ് അവരുടെ എൻവയോൺമെന്റുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സമയമെടുക്കും. അപ്പൊ ഈ നീന്നുള്ള മെമ്മറി ഉണ്ട്, ഉള്ളില് എനർജി സോഴ്സും ഉണ്ട്. വളരും തോറും ഈ നീമും ഹോമും കൂടെ കണക്റ്റഡ് ആയിട്ട് ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. സാഹചര്യവുമായി അഡാപ്റ്റഡ് ആകണമെങ്കിൽ ഈ നീം വേണം. അഡാപ്റ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻഡ് റിസൾട്ട് കിട്ടാനുള്ള എനർജി സോഴ്സ് ആയിട്ട് ഹോമും വേണം. അതാണ് ആ ഒരു കണക്ഷൻ. ഓക്കെ. അപ്പൊ ഈ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഇപ്പം ഇൻകേപ്പബിൾ ആന്ന് പറഞ്ഞു ജനിക്കുമ്പോ തന്നെ. മറ്റേ അനിമൽ പ്ലാന്റ്സ് ഒക്കെ എന്ന് വെച്ചാൽ കേപ്പബിൾ ആണ്, അവർ തന്നെ ചെയ്യും, അവർക്ക് ആ ഇൻസ്റ്റിങ്ക്ട്സ് ഉണ്ട്. അപ്പൊ മാനില് ഇൻസ്റ്റിങ്ക്ട്സിന് പകരം പൊട്ടൻഷ്യൽ ആണ് ഉള്ളതെന്നാണ് പറയുന്നത്. ആ പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേരാണ് നെക്സ്റ്റ് വൺ, നെബുല. ഹ്യൂമൻ ബീയിങ്ങില് പ്ലാന്റ്സിനൊക്കെ അവരുടെ ഒറിജിൻ തുടങ്ങുമ്പോൾ തന്നെ, പ്ലാന്റ്സ് അനിമൽസിലൊക്കെ അവര് ജനിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ആ ലൈഫായി തുടങ്ങുമ്പോൾ തന്നെ ഇൻസ്റ്റിങ്ക്റ്റുകളുണ്ട്. ഹ്യൂമൻ ബീയിങ്ങിൽ ആ ഇൻസ്റ്റിങ്ക്റ്റിന് പറയുന്ന പേരാണ് നെബുല, ആ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നെബുല എന്ന് പറയുന്ന ഒരു സ്റ്റാർസ് ക്രിയേറ്റഡ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജീനെയാണ് നെബുല എന്ന് ഈ നമ്മള് സയൻസിൽ പറയുവാണെങ്കിൽ അതൊരു വാസ്റ്റ് ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ് ആയിരിക്കും. സ്റ്റാർ ഫോം ചെയ്യുന്നത് നമ്മൾ അറിയാലോ, സണ്ണിൽ നിന്നും കുറെ എനർജി സോഴ്സസ് എല്ലാം കൂടെ ചേർന്നിട്ടാണ് പല സ്റ്റാർസും ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സയൻസിൽ പഠിച്ചിട്ടില്ലേ. ഹൈഡ്രജൻ ഫോം ചെയ്യുന്നതൊക്കെ ഉണ്ടാവും അതിനകത്ത്. അപ്പൊ ഈ ഒരു വാക്ക് നെബുല, ഹ്യൂമൻ ബീയിങ്ങിലുള്ള പൊട്ടൻഷ്യലിന് നെബുല എന്ന് മോണ്ടിസോറി പേര് കൊടുക്കാൻ കാരണം സ്റ്റാർ എന്ന് പറയുന്ന ഇതുപോലെ കുറെ എനർജി സോഴ്സസ് എല്ലാം കൂടെ ചേർന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ടാണ് നെബുല എന്നുള്ള വാക്ക് അവിടെ നിന്ന് ബോറോ ചെയ്തത് മോണ്ടിസോറി. മനുഷ്യനിൽ അതുപോലെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. കുറെ കാര്യങ്ങൾ ചേർന്നിട്ട് കുറെ എനർജി ഫോംസ് എല്ലാം ചേർന്ന് ഒരു പൊട്ടൻഷ്യൽ ഫോം ചെയ്യുന്നു. സ്റ്റാർ എങ്ങനെയാണോ ഫോം ചെയ്തത്, കുറെ എനർജി ഒക്കെ ആയിട്ട് ഫോം ചെയ്തത്, അതിനെ നെബുല എന്നാണ് പറഞ്ഞത്. അതുപോലെ മനുഷ്യന്റെ ഇതുപോലെ ഫോം ചെയ്തതിനെ മറിയ മോണ്ടിസോറി ആ പേരിട്ട് വിളിച്ചു.
ഇത് ഹോമുമായിട്ടും കണക്ട് ചെയ്തിട്ട് മറിയ മോണ്ടിസോറി പറയുന്നുണ്ട്. സ്പേസിലൂടെ ഹൈഡ്രജൻ കുറെ പാർട്ടിക്കിൾസും ഹൈഡ്രജനും എല്ലാം കൂടെ ഫ്ലോട്ട് ചെയ്ത് ഈ സ്റ്റാർ ആയിട്ട് ഫോം ചെയ്യുവാണ്. അങ്ങനെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടന്ന ഈ പാർട്ടിക്കിൾസിനെ മറിയ മോണ്ടിസോറി ഹോം എന്ന് വിളിച്ചു. ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു വലിയൊരു മാസായി മാറിയതിനെ നെബുല എന്ന് വിളിച്ചു. ഈ എനർജി സോഴ്സസ് എല്ലാം കൂടെ ചേർന്ന് ഒരു ഹൈ പൊട്ടൻഷ്യലായി മാറിയതിനെ നെബുല എന്ന് വിളിച്ചു. നമ്മുടെ സ്പേസിലെ കുറെ ഹൈഡ്രജനും കുറെ എനർജി സോഴ്സസും എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് നെബുലയായി മാറുന്നു. ഈ കുറെ സോഴ്സസ്, ഈ ഹൈഡ്രജൻ എല്ലാം കൂടി ചേർന്ന സോഴ്സസിനെ ഹോംന്ന് കമ്പയർ ചെയ്തു. അത് ആയി മാറിയ ആ ഒരു പൊട്ടൻഷ്യലിനെ, സ്റ്റാർ ആയിട്ട് ഫോം ചെയ്ത് മാറുമ്പോഴുള്ള പൊട്ടൻഷ്യലിനെ നെബുല എന്ന് വിളിച്ചു. മനുഷ്യരിലും ഇങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. യൂണിവേഴ്സിന്റെ ഒരു ക്രിയേഷൻ പോലെയാണ് മറിയ മോണ്ടിസോറി നെബുലേനെയും വിളിച്ചത്. അപ്പോ ഓരോ കുഞ്ഞിലും ഈ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഇപ്പം APJ അബ്ദുൽ കലാമിന്റെ ഉള്ളിലെ ആ ഒരു കഴിവ് മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ ഒരു ടീച്ചറാണെന്ന് പറഞ്ഞു. ആ ഒരു ടീച്ചറിന്റെ സപ്പോർട്ട് അദ്ദേഹത്തിന്റെ ത്രൂ ഔട്ട് എഡ്യൂക്കേഷനിൽ ഉണ്ടായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ കണ്ടെത്തുക എന്ന് പറയില്ലേ, ഈ നെബുല ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കണ്ടാവും. അത് കറക്റ്റ് മൊമെന്റ് ആവുമ്പോൾ ആക്ഷൻ എടുക്കുന്നു പറയുന്നു. അത് ആ രീതിയിൽ എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്ത് കുട്ടികളെ ആ എൻവയോൺമെന്റിലൂടെ കൊണ്ടുപോകണം. അതാണ് മോണ്ടിസോറി പറഞ്ഞത്. പിന്നെ നമുക്കറിയാം, കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ലാംഗ്വേജ് ഇല്ല. ആ കുട്ടി ആ ലാംഗ്വേജ് ഡെവലപ്മെന്റ് അതിങ്ങനെ പല രീതിയിൽ പല പ്രോസസ്സിലൂടെ പോകുമ്പോൾ അവന് ആ ലാംഗ്വേജ് വരും. അപ്പൊ ഉള്ളിലുള്ള നെബുലയാണ് ഇവനെ ആ ഒരു ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പൊട്ടൻഷ്യൽ ടു ലേൺ എനി ലാംഗ്വേജ്, ഏത് ലാംഗ്വേജ് വേണമെങ്കിലും പഠിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ കിട്ടുന്നു. അപ്പൊ പൊട്ടൻഷ്യൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഉള്ളില്. അതിനെ ഡ്രൈവ് ചെയ്യണം, ആ ഒരു ലാംഗ്വേജ് ലേൺ ചെയ്യണം എന്നുള്ള ആ ഒരു പ്രോസസ്, ആ ഒരു റിസൾട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ ഓൺ ലാംഗ്വേജ്, നമ്മളെല്ലാവരും നമ്മുടെ മദർ ടങ്ങിൽ ഭയങ്കര ഫ്ലുവന്റ് ആയിരിക്കും. ബട്ട് മറ്റ് ലാംഗ്വേജ് ചിലപ്പോൾ പഠിക്കാനായിട്ട് സ്ട്രഗിൾ ചെയ്യും. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷേ PG ആയപ്പം ഈറോഡില് തമിഴ്നാട്ടിലാണ് പഠിക്കാൻ പോയത്. തമിഴൊക്കെ ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട് വെള്ളം പോലെ പറഞ്ഞു. എപ്പോഴും എന്നോട് പറയും, എനിക്ക് ഹിന്ദിയും പഠിക്കാൻ പറ്റില്ല, ഇംഗ്ലീഷും പഠിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റില്ല, ഹിന്ദിയിൽ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ. അത് കഴിഞ്ഞപ്പോ മാരേജ് ആവാറായപ്പോ പുള്ളിക്കാരിയുടെ ആഗ്രഹം എന്താ, വീട്ടിൽ MCA കഴിഞ്ഞാണ്, വീട്ടിൽ തന്നെ ഇരിക്കുക, കുടുംബിനിയായിട്ട് ജോലിക്ക് പോകാൻ ഒരു താല്പര്യമില്ല. അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് ഉള്ള ഒരു എഞ്ചിനീയറിനെയാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ ഇവര് ബാംഗ്ലൂരാണ് ആളുടെ ഓഫീസ് ഉണ്ടായിരുന്നത്. ബാംഗ്ലൂർ പോയി. പക്ഷെ ഹസ്ബൻഡ് വീട്ടിലിരിക്കാൻ സമ്മതിച്ചില്ല, ജോലിക്ക് പോകണം എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ആദ്യം ഒരു കോളേജില് കമ്പ്യൂട്ടർ സയൻസില് ലെക്ചറായിട്ട് കയറി. അത് കഴിഞ്ഞപ്പോ ആൾക്ക് അപ്പൊ പിന്നെ ഫോഴ്സ്ഫുള്ളി, ബാംഗ്ലൂർ അല്ലേ, ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ പിന്നെ ഇംഗ്ലീഷ്, പിന്നെ അവിടെ വരുന്ന ഇങ്ങനെ മെയ്ഡും സെക്യൂരിറ്റീസും എല്ലാം ഹിന്ദിയാണ്. പിന്നെ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങിയ ആള്. അത് കഴിഞ്ഞപ്പോഴെന്ന് വെച്ചാൽ ഹസ്ബൻഡിന്റെ പ്രഷറായിരുന്നു, ജോലിക്ക് പോയേ പറ്റൂന്ന്. അപ്പൊ ജോലിക്ക് പോയ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അങ്ങനെ ആൾ ഓട്ടോമാറ്റിക്കലി അതുമായിട്ട് അഡാപ്റ്റഡ് ആയി. അപ്പൊ നല്ലപോലെ ഇംഗ്ലീഷും അതുപോലെ തന്നെ ഹിന്ദി നല്ലപോലെ സംസാരിക്കും. വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുമ്പോൾ മലയാളവും യൂസ് ചെയ്യില്ല, മംഗ്ലീഷും യൂസ് ചെയ്യില്ല, ഇംഗ്ലീഷിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ, എത്ര അടുപ്പുള്ളവരാണെങ്കിലും ശരി. അങ്ങനത്തെ ആയി മാറി. അപ്പൊ അത് ശരിക്കും ആളുടെ ഉള്ളിൽ ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. അതിനെ കറക്റ്റ് മൊമെന്റിൽ ഹസ്ബൻഡാണ് പുഷ് ചെയ്തത്, ഗൈഡ് ചെയ്തത്. അതുപോലെ എല്ലാ മനുഷ്യരുടെ കാര്യം. ആളുകൾ ഇങ്ങനെ ഇൻസ്റ്റിങ്ക്റ്റീവായിട്ട് മനുഷ്യൻ ഇൻകേപ്പബിൾ ആണ്, അവർക്ക് ഈ ഇൻസ്റ്റിങ്ക്റ്റുകൾ ഇല്ല, ഇവരിൽ ഇത് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ആ ഇൻസ്റ്റിങ്ക്റ്റിനെയാണ് നെബുല എന്ന് പറയുന്നത്. ആ നെബുല ഉള്ളിലുണ്ട്, ഉറങ്ങിക്കിടക്കുക നമ്മൾ പറയും. അതിനെ ട്രിഗർ ചെയ്യുന്നു പല സാഹചര്യങ്ങള്. ഇതാണ് നെബുല പറയുന്നത്. അപ്പൊ ശരിക്കും മനുഷ്യന് കോൺഷ്യസ് മൈൻഡും ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്.
അപ്പം ഇനീഷ്യലി സൈക്കോളജിസ്റ്റുകളൊക്കെ വിചാരിച്ചിരുന്നത് ഇത് കോൺഷ്യസ് മൈൻഡ് മാത്രമാണ് ഇമ്പോർട്ടന്റ്, സബ് കോൺഷ്യസ് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. പക്ഷേ കോൺഷ്യസും ഇമ്പോർട്ടന്റ് ആണ്. കുറെ കാര്യങ്ങൾ അറിയാതെ കിടക്കുന്നത് ഈ സബ് കോൺഷ്യസ് മൈൻഡിലായിരിക്കും. മേ ബി അത് പവർഫുൾ ആയിരിക്കും. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഇത് ഇങ്ങനെ ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. അതിനെ പറ്റിയൊക്കെ അവര് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. റിവിഷൻ സെഷനിൽ എന്തായാലും പാർട്ട് 3 ആണ് തുടങ്ങുള്ളൂ ആദ്യം. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വീണ്ടും അവിടെ പറയാം. ഓക്കെ. നെബുല എന്ന് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് തോന്നും അല്ലെ, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പൊട്ടൻഷ്യൽ അങ്ങനെ. പക്ഷെ അത് ജീനുമായിട്ട് കണക്റ്റഡ് ആണ്. ആ ഒരു പ്രോസസ് നടക്കുമല്ലോ, ജീൻ ഫോർമേഷൻ. ഒരു കുഞ്ഞ് ഒരു കൺസീവ് ചെയ്യുന്ന സമയത്ത് അത് കമ്പൈൻഡ് ആയി കഴിയുമ്പോഴേക്കും അച്ഛന്റെയും അമ്മയുടെയും ക്രോമസോംസ്, ആ ഒരു ജീൻസിന്റെ കോമ്പിനേഷനും അവിടെ നടക്കുന്നുണ്ട്. നമ്മളുടെ സബ് കോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന പവറാണ് നെബുല എന്ന് പറയുന്നത്. അതിനെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ. നെക്സ്റ്റ് സബ് കോൺഷ്യസ്. സബ് കോൺഷ്യസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എന്താ പറയാ, നമുക്ക് ഓർമ്മ വരാതെ അങ്ങനെ നമ്മളൊരു അൺകോൺഷ്യസ് സ്റ്റേജിൽ കിടക്കുന്ന കുറെ കാര്യങ്ങള്. ഓക്കെ. അങ്ങനെ കുറെ കോൺഷ്യസ് അല്ലാത്ത ഒരു സ്റ്റേജിലുള്ള ഒരു കാര്യമാണ് കോൺഷ്യസ് മൈൻഡ്. നമുക്ക് ബോധമുള്ള സമയത്തുള്ളത്. സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ബോധ മനസ്സല്ല, ഉപബോധ മനസ്സെന്ന് നമ്മൾ പറയില്ലേ മലയാളത്തില്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ആ ഒരു മെന്റൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വലിയൊരു വീടോ ഒരു ബിൽഡിങ്ങോ പോലെയാണ്. കുറെ കാര്യങ്ങൾ അതിന്റെ ഉള്ളില്. ചിലപ്പോ സെല്ലാറ് പോലെ, ജയില് പോലെ, ഡാർക്ക് സെല്ലാർ, നമുക്ക് ഓർമ്മ വരാത്ത കുറെ കാര്യങ്ങളുള്ള കാര്യങ്ങളൊക്കെയാണ് സബ് കോൺഷ്യസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസിൽ പഠിച്ച കുറെ കാര്യങ്ങൾ തന്നെയാണ് ഇനി ഇതിനകത്ത് വരുന്നത്. ഡിഫറെന്റ് ഇൻ ഫിസിക്കൽ ട്രീറ്റ്, നമ്മുടെ ശാരീരികമായ പ്രത്യേകതകൾ. എല്ലാവർക്കും ഹൈറ്റ്, വെയിറ്റ്, അതുപോലെ കണ്ണ്, സ്കിന്നിന്റെ കളറ്, പിന്നെ കൈയുടെ നീളം, അല്ലെങ്കിൽ ഫിംഗേഴ്സിന്റെ ഷേപ്പ്, അങ്ങനെ ഷേപ്പ് ഓഫ് മൗത്ത്, നോസ്, ഈവൻ ഡിഫറെന്റ് റീജിയൻസിലുള്ള ചിലർക്ക് ബ്ലൂ ഐസ് ഒക്കെ ഉണ്ടല്ലോ ഫോറിനേഴ്സിന്, മുടിയുടെ ടെക്സ്ചർ, ഇതൊക്കെ നമുക്ക് ഫിസിക്കലി വരുന്ന ഡിഫറൻസസ് ആണ്. ഇനി മെന്റൽ ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ. ക്രിയേറ്റിവിറ്റിയിൽ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മളുടെ കൂട്ടത്തിലുള്ള പലരാണെങ്കിലും ശരി, ക്രിയേറ്റിവിറ്റിയിൽ ഡിഫറൻസ് ആയിരിക്കും, കേപ്പബിലിറ്റിയിൽ ഡിഫറെന്റ് ആയിരിക്കും, എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിൽ ഡിഫറെന്റ് ആയിരിക്കും, പിന്നെ കോൺസെൻട്രേഷൻ ലെവൽ ഡിഫറെന്റ് ആയിരിക്കും, IQ ഡിഫറെന്റ് ആയിരിക്കും. അതിനകത്ത് ബാക്കി പറയുന്ന കാര്യങ്ങള് അതിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ പറയുന്നത് ഇത് ലാസ്റ്റ് കുറച്ച് വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇഡിയറ്റ്, ഇംപെസിബിൾ, മൊറൻ, അതൊന്നും ഇറ്റ്സ് നോട്ട് പോസിറ്റീവ് വേർഡ്സ്. അത് ഉപയോഗിക്കാതിരിക്കാൻ നല്ലത്. കാരണം ആളുകളുടെ IQ ലെവൽ ഡിഫറെന്റ് അല്ലേ, അതിനവരെ മണ്ടൻ, ഫൂൾ എന്നൊക്കെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ മോട്ടർ എബിലിറ്റിയുടെ ഒരു ഡിഫറൻസ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് മോട്ടർ എബിലിറ്റീസിൽ കാണാം. റിയാക്ഷൻ ടൈം, സ്പീഡ് ഓഫ് ആക്ഷൻ, കോൺസ്റ്റൻസി, ആ ഒരേ രീതിയിൽ പോകുന്നത്, മസിലിന്റെ മൂവ്മെന്റ്സ്, അതൊക്കെ നമ്മുടെ മൂവ്മെന്റിന്റെ എബിലിറ്റി അതും ഡിഫറെന്റ് ആയിരിക്കും ആളുകളിൽ. ഫോർ എക്സാമ്പിൾ, വീട്ടിൽ തന്നെ ഒരു ബോട്ടിലിന്റെ അടപ്പ് എന്ത് ചെയ്തിട്ടും തുറന്നു വരുന്നില്ല. ചിലരെ ഏൽപ്പിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് അവർ തുറക്കുന്നതാണ്. ദാറ്റ് ഇസ് ആ ഒരു മോട്ടർ എബിലിറ്റി, മസിൽസിന്റെ മൂവ്മെന്റ് ഡിഫറൻസ്. പിന്നെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡിലുള്ള ഡിഫറൻസ്, നമ്മുടെ അഭിരുചി, താല്പര്യം, അതിന്റെ ഡിഫറൻസ് പലരിലും പല രീതിയിലായിരിക്കും. ചിലര് അതുപോലെ തന്നെ ലോൺലിനെസ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, സോഷ്യൽ ഗ്യാതറിങ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും, ഗ്രൂപ്പായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. അങ്ങനെ പല 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 രീതിയിലുള്ള താല്പര്യങ്ങളും അഭിരുചിയും. ചിലർക്ക് മ്യൂസിക്കിനോട് താല്പര്യമായിരിക്കും, ചിലർക്ക് ആർട്സിനോടായിരിക്കും താല്പര്യം. പിന്നെ ആറ്റിറ്റ്യൂഡ്സ്, ആളുകളോടുള്ള ആറ്റിറ്റ്യൂഡ്, പല അഭിപ്രായങ്ങളോടുള്ള, ഒപ്പീനിയൻസിനോടുള്ള ആറ്റിറ്റ്യൂഡ്, പിന്നെ ഒരു ഗ്രൂപ്പിനോട്, ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഗ്രൂപ്പിനോടുള്ള ആറ്റിറ്റ്യൂഡ്, പിന്നെ റിലീജിയസ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, അങ്ങനെ പല രീതിയിൽ ഫിലോസഫിക് ആയിട്ടുള്ള അങ്ങനത്തെ ചിന്തകൾ, തത്വചിന്തകൾ, അങ്ങനെയുള്ളതിനോടുള്ള ആറ്റിറ്റ്യൂഡ്സ്, അങ്ങനെ ഓരോ ഏരിയയിലും ഡിഫറെന്റ് ആണ് ഇൻഡിവിജ്വൽസ് എന്നുള്ളതാണ്. ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നുള്ള ചാപ്റ്റർ പോലെ തന്നെയാണ് അതിന്റെ ടോപ്പിക്കാണിത്. പിന്നെ ഇമോഷണൽ ഡിഫറൻസസ്, പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ട്. അതായത് നമ്മൾ പോസിറ്റീവ് ന്യൂട്രിയൻസ് എന്ന് പറയും. മെന്റൽ ഹെൽത്തിന് ഏറ്റവും വേണ്ടുന്ന പോസിറ്റീവ് ന്യൂട്രിയൻസ് നമ്മൾ പറയുമല്ലോ,
ലവ്, അഫെക്ഷൻ, കമ്പാഷൻ, എംപതി, അമ്യൂസ്മെന്റ്, അപ്രൈസൽ, ഇതെല്ലാം പോസിറ്റീവായിട്ട് വരുന്ന ഇമോഷൻസ് ആണ്. ഇത് മോർ പവർഫുൾ ആണ്. ചിലർ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കും, അവർക്ക് സ്ട്രെസ്സസ് ഒക്കെ എല്ലാം മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ചിലർ ഭയങ്കര വീക്കായിരിക്കും, ഇമോഷണലി വീക്കായിരിക്കും. ചിലർ അൺസ്റ്റേബിൾ ആയിരിക്കും, ചൈൽഡിഷ് ആയിരിക്കും, ചിലർ അത്രയും മെച്യൂർ ആവില്ല. പ്രായം കൂടിയാലും ആ ഒരു മെച്യൂരിറ്റി അവരിലേക്ക് വരാനുള്ള ചാൻസസും ഒക്കെ കുറവാണ്. ഇമോഷണൽ ഡിഫറൻസസ് വരും. അപ്പൊ ഓർക്ക് നമ്മളുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ഇതുപോലുള്ള പോസിറ്റീവ് ഇമോഷൻസ് ആണ്. ഓക്കെ, നീഡ്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും ആങ്കർ, അങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ഒക്കെ വരുന്നത്. എനിക്കറിയാം ഈ ഒരു ടോപ്പിക് വായിച്ചാൽ മനസ്സിലാക്കാൻ നെഗറ്റീവ് ഇമോഷൻ അല്ലേ മാം? ഫിയർ, ആങ്കർ, അതെ, അഗ്രസീവ്, അങ്ങനെ ഒക്കെ നെഗറ്റീവാണ്. കാരണം നമ്മൾ ഓർത്താൽ മതി, നമ്മള് മനസ്സുകൊണ്ട് ഡൗൺ ആകുന്ന ഏതൊക്കെ ഇമോഷൻസ് വരികയാണോ അതെല്ലാം നെഗറ്റീവ് ന്യൂട്രിയൻസ് എന്നാണ് ഞാൻ ആ ഒരു പേരിട്ട് വിളിക്കുന്നത്. നമ്മള് ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണം കഴിക്കും. അതുപോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യത്തിന് നമുക്ക് വേണ്ടുന്ന ന്യൂട്രിയൻസ് ആണ് ഈ പോസിറ്റീവ് ഇമോഷൻസ്. കുഞ്ഞുങ്ങളോട് സ്നേഹം, കമ്പാഷൻ, അഫെക്ഷൻ ഒക്കെ കാണിക്കുമ്പോൾ അവരുടെ മെന്റൽ ഹെൽത്ത് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആയിട്ട് വരും, നല്ല രീതിയിൽ തന്നെ പോകും. ഇത് വായിക്കുമ്പോൾ കുറച്ച് നല്ലപോലെ കൺഫ്യൂഷൻ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ നിങ്ങൾ ഈ ടേംസ് എന്തായാലും ഓർത്തിരിക്കുക. ഹോം, നീം, നെബുലെ, ഈ 3 എണ്ണമാണ് ഇതിനകത്ത് ഇത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. ബാക്കിയൊന്നും കുഴപ്പമുള്ളതല്ല. ഹോം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു എനർജി സോഴ്സ് ആണ്. നെയിം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ജനറ്റിക് മെമ്മറിയാണ്. നെബുലെ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പൊട്ടൻഷ്യൽ ആണ്. അത് കറക്റ്റ് ടൈമിൽ ട്രിഗർ ചെയ്യണം. കറക്റ്റ് ടൈമിൽ ട്രിഗർ ചെയ്യണമെങ്കിൽ അതുപോലുള്ള എൻവയോൺമെന്റിലൂടെ കടന്നു പോകണം. നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്ന എൻവയോൺമെന്റിലൂടെ. ഇപ്പം സ്ഫടികം സിനിമയില് മോഹൻലാലിന് കുറെ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. പക്ഷെ മോഹൻലാലിന്റെ അച്ഛന്റെ റോൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെയെല്ലാം തടയുവാണ് ചെയ്യുന്നത്. അങ്ങനെ അയാളുടെ വളർച്ച മുരടിക്കുന്ന പോലെ ആയിപ്പോയി, ലൈഫ് മാറിപ്പോവാണ് അല്ലെ. അവിടെ നിന്ന് ആളുടെ ജീവിതത്തിന്റെ താളം തെറ്റുന്നതായിട്ടാണ് നമ്മൾ ആ മൂവി കാണുന്നത്. അപ്പൊ ഇതുപോലെ നമ്മളുടെ ഉള്ളിലെല്ലാം പൊട്ടൻഷ്യൽ ഉണ്ട്. റൈറ്റ് മൊമെന്റില് റൈറ്റ് പേഴ്സൺസ് കണ്ടുപിടിച്ച് ഗൈഡ് ചെയ്യുമ്പോഴാണ് അവര് സക്സസ് ആവുന്നത് ശരിക്കും ലൈഫില്. ഈ എന്താ പറയാ, കുട്ടികൾക്ക് പലപ്പോഴും ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. അവരുടെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് 12th വരെ നമുക്ക് ഓക്കെ ആയിരിക്കും. 12th കഴിയുമ്പോഴാണല്ലോ ഡിഫറെന്റ് ഏരിയയിലേക്ക്, അത് പിന്നെ ജോബ് റിലേറ്റഡ് കോഴ്സിനാ നോക്കുന്നത്. പിന്നെ നമ്മൾക്കൊരു ജോബ് കിട്ടി സെറ്റിൽ ആവാൻ പറ്റുന്നതിന് എയിം ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡീവിയേഷൻ, ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിലെ കൺഫ്യൂഷൻ ആ ഒരു ടൈമിൽ വരും. അപ്പൊ കറക്റ്റ് ഇവരുടെ പൊട്ടൻഷ്യൽ അപ്പോഴാണ് നമ്മൾ കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ അതുപോലുള്ള കൺസൾട്ടന്റുകളൊക്കെ കൺസൾട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും ഈ കുട്ടി ഇതില് നല്ല രീതിയിൽ പോകും. പക്ഷെ ഇപ്പോഴുള്ള കുട്ടികൾ ആ ഒരു 12th എത്തുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇൻസൈറ്റാ. അവർക്ക് അറിയാം ഞാൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയാം. ആ രീതിയിൽ തന്നെ കുട്ടികൾ കോൺഫിഡന്റ് തന്നെയാണ്. അതിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആ ഒരു ഇതാണ് ഈ 3 ടേം. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആവും. ഹോം എന്ന് പറയുന്നത് ആ ഒരു എനർജി സോഴ്സ് ആണ്, എല്ലാവരുടെയും ഉള്ളിലുണ്ട്. നമ്മുടെ ഹോർമോൺ ആയിട്ടുള്ള കണക്ഷൻ തന്നെയാണ്. നീം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു മെമ്മറി, അതെല്ലാ ജീവനുള്ളതിനും ഉണ്ട്. ചെടികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യരിലും ഉണ്ട് നീം. മനുഷ്യരുടെ നീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഫിസിക്കൽ എംബ്രിയോ ഒക്കെ ജനിച്ച് പൂർണ്ണ വളർച്ചയോടുകൂടിയാണ് ജനിക്കുന്നത്. പക്ഷെ മനസ്സ് അപ്പോഴും സ്പിരിച്വൽ എംബ്രിയോ ആണ്, ഭ്രൂണാവസ്ഥയിൽ വളർന്നിട്ടില്ല. അതുമായിട്ട് കണക്റ്റഡ് ആണ് നീം. പക്ഷെ അതേസമയം പ്ലാന്റും അനിമൽസും കേപ്പബിൾ ആണ്. അവർക്ക് ലൈഫ് തുടങ്ങുന്നതേ അവര് കേപ്പബിൾ ആണ്. നമുക്ക് സമയം എടുക്കും. അപ്പൊ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നീം എന്ന് പറയുന്നത് ഈ മെമ്മറി. ഓക്കെ, അത് സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് മെമ്മറി ആയിട്ടാണ് കൂടുതൽ കണക്ട് ചെയ്യുന്നത്, ഉറങ്ങിക്കിടക്കുന്ന കുറെ കാര്യങ്ങൾ. വീണ്ടും ഇത് കണക്ട് ചെയ്യുന്നതാണ് നെബുലെ, ആ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ. അങ്ങനെ മൃഗങ്ങളിലും മനുഷ്യരിലും ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട് കിടക്കുന്നത് നമ്മളെ റീപ്ലേസ് ചെയ്തിരിക്കുന്നത് നെബുല ആയിട്ടാണ്. നമുക്ക് ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ അതിങ്ങനെ ഉറങ്ങിക്കിടക്കുക. അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് ട്രിഗർ ചെയ്യണം.
ഓക്കെ, സോ ദാറ്റ് ഇസ് എൻഡ് ഓഫ് അവർ ക്ലാസ്. ആൻഡ് PG നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് PG എക്സാം MT4ന്റെ കൂടെ നടത്താനാണ് പ്ലാൻ. അപ്പൊ അതെങ്ങനെയാ ഷെഡ്യൂൾ എന്നൊന്നും ഒന്ന് കൺഫേം ആയിട്ടില്ല. അപ്പൊ PGക്കും ഒരു റിവിഷൻ സെഷൻ വെക്കും. അതുപോലെ തന്നെ ഇതിന്റെ റിവിഷൻ സെഷൻ മോഡൽ എക്സാമിന് മുമ്പ് വേണമെന്നല്ലേ പറഞ്ഞേ. 18th അങ്ങനെ 17th 18th ആ ഒരു ഡേയില് നൈറ്റ് വെക്കാം. നൈറ്റ് വെക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. പകൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്ക് വീണ്ടും അതിന്റെ റെക്കോർഡ് കാണാമെന്ന ബോറിങ്. ഇതെല്ലാം ഒന്ന് റിഫ്രഷ് ചെയ്ത് കേൾക്കുമ്പോഴേക്കും അവർക്ക് കുറെ ക്ലാസ്സസ് കാണാനുള്ള സമയം ചിലപ്പോൾ സ്പെൻഡ് ചെയ്യാനല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആവുമല്ലോ. സോ പ്ലീസ് കൺവേ ദ മെസ്സേജ്. ഓക്കെ, ആ ഒരു റിഫ്രഷിങ് സെഷന് കയറാനായിട്ട് നോക്കാനായിട്ട് എല്ലാവരോടും പറയണം. എക്സാമിന് അത് ഹെൽപ്പ് ചെയ്യും. എക്സാം പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും റിഫ്രഷിങ് ക്ലാസ് വരുന്നത്. നിങ്ങളുടെ കുറെ കുറച്ച് കൺസേൺസ് ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ സോർട്ട് ഔട്ട് ചെയ്യും. ഞാൻ ഈ MT3യുടെ ഒക്കെ മാർക്ക് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഓഫീസിൽ കുട്ടികൾക്ക് ചെയ്യണം. അപ്പൊ അവർക്കുള്ള ഈ മറ്റേ മാർക്ക് അങ്ങനെ ഗൂഗിൾ ഷീറ്റിലായതുകൊണ്ട് അപ്പൊ തന്നെ സ്കോർ അറിയാൻ പറ്റും. വൈവയുടെ നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന ഒരു കാര്യമല്ലേ, അപ്പൊ അത് എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഏകദേശം 150 ഫസ്റ്റ് ബാച്ചിന്റെ കഴിഞ്ഞു, 2 and 3യുടെ എൻറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ കുറച്ചത് ഇന്നും നാളേക്ക് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്നല്ലേ പറഞ്ഞു, അത് തരാം. ഓക്കെ, സോ പിന്നെ 2 ടേം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ കീ, അതുപോലെ തന്നെ വേറെ എന്താ വേണ്ടത്, പിന്നെ എല്ലാത്തിന്റെയും മോക്ക് ടെസ്റ്റുകൾ കുറച്ചുകൂടെ അധികം. ഓക്കെ, സർവേയുടെ ക്വസ്റ്റ്യൻ സർവേ നിങ്ങൾ ചെയ്തിരുന്നു? സർവേ ചെയ്ത് വെച്ചിട്ടുണ്ട് മാം, ചെയ്ത് വെച്ചിട്ടുണ്ട്. 10 ക്വസ്റ്റ്യന്റെ അസൈൻമെന്റും അയച്ചു തരാം. പിന്നെ എക്സാമിന്റെ ഇടയ്ക്ക് സമയം കിട്ടുമെന്ന് അറിയില്ല. PGക്ക് ഒരു സെമിനാറോ അസൈൻമെന്റോ ടോപ്പിക്സ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്ത് PG ഗ്രൂപ്പിലേക്ക് ഇടാനായിട്ട് ഒരു കുട്ടിയെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടോപ്പിക് എടുത്ത് ഇൻ ബിറ്റ്വീൻ എപ്പോഴെങ്കിലൊക്കെ സമയം കിട്ടുമ്പോൾ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യൂ. അല്ല നിങ്ങൾക്ക് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണമെന്ന് ആഗ്രഹമാണെങ്കിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ 1 or 2 ക്ലാസ് ചോദിച്ചു നോക്കാം. ഇല്ലെങ്കിൽ റിപ്പോർട്ടായിട്ട് വെച്ചാലും മതി. റിപ്പോർട്ടായിട്ട് വൈവ ടൈമിൽ കൊണ്ടുവന്നാൽ മതി, സബ്മിറ്റ് ചെയ്യാം. വൈവ ആകുമ്പോഴേക്കും അതിന്റെ റിപ്പോർട്ട് റെഡി ആയാൽ മതി. വൈവ എന്തായാലും മെയിൻ എക്സാം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ദ മെയിൻ എക്സാം, അല്ല മെയിൻ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും. മൺഡേ മുതൽ ക്ലാസ് ഉണ്ടാവൂല അല്ലെ? എന്നോടുകൂടി ക്ലാസ് കഴിയുക. ഓക്കെ, പ്രാക്ടിക്കൽ ക്ലാസ് സെഷൻസിന്റെ കഴിഞ്ഞപ്പോ ഒരു വിഷമം. പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടാവുമായിരിക്കും. അത് ഞാൻ എടുക്കില്ല, ഓൺലൈനിൽ ഞാൻ ഉണ്ടാവില്ല. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുമ്പോൾ ഞാൻ ഉണ്ടാവും. പ്രാക്ടിക്കൽ സെഷൻ എനിക്ക് തോന്നി ഇനി മോഡൽ എക്സാം കഴിഞ്ഞിട്ടാണോ, അതിന്റെ ഒരു ടൈം കിട്ടിയിട്ടില്ല, അതൊന്ന് കൺഫേം ചെയ്യാൻ. കാരണം ഓൺലൈനിൽ പ്രാക്ടിക്കൽ കഴിഞ്ഞാലേ നമ്മൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഓൺലൈൻ കഴിയണം. റെക്കോർഡ് ക്ലാസ് കാണാൻ മീൻസ് വരാൻ പറ്റാത്തവർക്ക് എന്തായാലും ഓൺലൈൻ, പിന്നെ നിങ്ങളുടെ സപ്പോർട്ടാ വരാൻ പറ്റാത്തവർക്ക് കിട്ടേണ്ടത്. ഓരോ ആക്ടിവിറ്റി, ഓരോ മെറ്റീരിയൽ ചെയ്യുമ്പോൾ അതിനെ വീഡിയോ എടുത്തിട്ട് അവർക്ക് ഷെയർ ചെയ്യണം. ഓക്കെ മാം, 5th റെക്കോർഡിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. പ്രാക്ടിക്കൽ കഴിഞ്ഞതിന്റെ ശേഷമാണോ അത്? 5th പ്രാക്ടിക്കൽ സെഷനിൽ ആണ് അതിനെപ്പറ്റി പറയാം. 5th റെക്കോർഡിന്റെ PDF ഷെയർ ചെയ്തിരുന്നോ? PDF ഇട്ടിട്ടുണ്ട് മാം. ഞങ്ങളത് എഴുതാൻ തുടങ്ങി കുറെ ചില മെറ്റീരിയൽസിന്റെ ഒക്കെ കുറച്ചുകൂടെ ഒക്കെ ആഡ് ചെയ്യണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ, അത് ആഡ് ചെയ്യാം. പിന്നെ പ്രാക്ടിക്കൽ സെഷനിലെ 2 ക്ലാസ്സിലും ഞാൻ കയറുമായിരിക്കും. വേറൊന്നുമല്ല, ആ മോഡ്യൂൾ 3യിലെ കുറച്ച് കണ്ടന്റ്സ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ബാക്കിയൊക്കെ ടീച്ചർമാർ ചെയ്യും. ആതിര മിസ്സും അപർണ മിസ്സും കൂടെ ചെയ്യും. മെറ്റീരിയൽസിന്റെ ഇൻട്രൊഡക്ഷനും ഫെമിലറൈസേഷനും അവരായിരിക്കും ഓൺലൈനിൽ ചെയ്യുന്നത്. ഓഫ്ലൈൻ, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വരുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവും. പിന്നെ റെക്കോർഡിന്റെ ഫോട്ടോ ഒട്ടിക്കാനായിട്ട് റെക്കോർഡിന്റെ 5th റെക്കോർഡിന്റെ ഫോട്ടോ ഫോട്ടോ വെച്ച് തരാം. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു ഡൗട്ട്. ഇന്നലെ മിസ് ഇന്നലത്തെ ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചു. രണ്ടും ഒരേ ഡൗട്ടാണോ? അതെ, യൂണിഫോമിന്റെ ആണോ മായ? ആയിരിക്കണം. അത് തന്നെടാ. മായ ചോദിച്ചോ? അല്ല, ചോദിച്ചോ. ഞാൻ എടുത്തു വെച്ചെന്നുള്ളൂ, അത് തന്നെ ചോദിക്കാൻ തുടങ്ങി. ആര് ചോദിച്ചാലും. അതെ മിസ്സേ, യൂണിഫോം ഫീന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നോ? എന്റെ അടുത്ത്. ഹലോ മിസ്സേ, ഞാൻ വായിക്കാം. ഞാൻ വായിക്കട്ടെ എന്നാ? ക്വസ്റ്റ്യൻ എടുത്ത് വായിച്ചു. എന്റെ നെറ്റ് കട്ടായടാ.
ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. വെൻ ആർ യൂണിഫോം ഫീസ് യൂഷ്വലി കളക്റ്റഡ്? അതിനകത്ത് 4 ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കണം. വെൻ ആർ യൂണിഫോം ഫീസ് യൂഷ്വലി കളക്റ്റഡ്? ഇതിന്റെ 4 ഓപ്ഷന്. ഫസ്റ്റ് വൺ എവറി മന്ത്, സെക്കൻഡ് അറ്റ് ദ ഫൈനൽ എക്സാം, തേർഡ് ഡ്യൂറിംഗ് ഫൈനൽ എക്സാം, ഫോർത്ത് ഓൺലി ഡ്യൂറിംഗ് ഫെസ്റ്റിവൽസ്. ഇതാണ് ഫോർത്ത്. ഓൺലി ഡ്യൂറിംഗ് ഫെസ്റ്റിവൽ. ഓൺലി ഡ്യൂറിംഗ് ഫെസ്റ്റിവൽസ്. ഇതാണ് 4 ഓപ്ഷൻ തന്നെ. ഞങ്ങൾ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നില്ലേ. MT4ന്റെ ഏത് ക്വസ്റ്റ്യൻ ഇത്? MT4ന്റെ മോഡൽ എക്സാം, പ്രീ സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് ക്വസ്റ്റ്യനാ ഇത്. ഞങ്ങള് ഒരു ടോപ്പിക്കാണ്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അത് എടുക്കാനായിട്ട്. ഐ ഹേറ്റ് ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓൾസോ. ഇതൊരു റെലവെന്റ് അല്ലാത്ത ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിവേ വിത്ത് ഡ്യൂ റെസ്പെക്ട് ടു ദ ടീച്ചർ ഹു ഹാഡ് പ്രിപ്പയർ ദിസ് ക്വസ്റ്റ്യൻ, യൂണിഫോമിന്റെ ഫീ കളക്ട് ചെയ്യുന്നത് അതിപ്പോ ഡിപ്പെൻഡ്സ്. ഓരോ സ്കൂളിലും ഓരോ രീതിയിലല്ലേ. അല്ല മാം, ഞങ്ങക്ക് നമ്മുടെ PDF-ലില്ലേ ജൂലൈന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റോ അല്ലെങ്കിൽ ജൂലൈ അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഇതിൽ അങ്ങനെ ഒരു ഓപ്ഷൻസേ ഉണ്ടായിരുന്നില്ല. അറ്റ് ദ ഫൈനൽ എക്സാം, ഡ്യൂറിംഗ് ഫൈനൽ എക്സാം, എവറി മന്ത്, ഓൺലി ഡ്യൂറിംഗ് ഫെസ്റ്റിവൽ, അങ്ങനെയായിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ഇട്ട് ടീച്ചറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിൽ ചേഞ്ചസ് വരുത്തേണ്ടതുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്തുക, അല്ലെങ്കിൽ റെലവെന്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ ഒമിറ്റ് ചെയ്യാനായിട്ട് ഞാൻ പറയാം. കാരണം ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കും തോന്നുന്നില്ലേ ഒരു സെൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നില്ലേ? ആ ടോപ്പിക് അത് ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. ആ ടോപ്പിക് ഞാൻ ഒഫൻഡ് ചെയ്യല്ല. കാരണം നമ്മൾ ഈ മോണ്ടിസോറി മെത്തേഡ് പഠിക്കുമ്പോൾ ഏതോ ഒരു സ്കൂളിന്റെ മാനേജ്മെന്റും യൂണിഫോമിന്റെ ഡീറ്റെയിൽസും ആണ്. അത് എല്ലാ സ്കൂളിലും അങ്ങനെയല്ലല്ലോ. മോന്റെ സ്കൂളിൽ ഏപ്രിലായിരുന്നു യൂണിഫോമിന്റെ ഫീ കളക്ഷൻ നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേക്കുള്ളത്. അത് മാനേജ്മെന്റിന്റെ ഒരു ഡിസിഷനാണ്. അത് ഇറ്റ്സ് വേരിയിങ്. അത് ഡിപ്പെൻഡിങ് ഓൺ ഡിഫറെന്റ് മാനേജ്മെന്റ്. ചിലയിടത്ത് പ്രീവിയസ് അക്കാദമിക് ഇയർ തീരുമ്പോ മാർച്ചിലായിരിക്കും. ഇവിടെ ഏപ്രിലിൽ അവർ വെക്കാൻ കാരണം എന്താന്ന് വെച്ചാല് എല്ലാം കൂടെ ഒരു മാസം വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സ് ബുദ്ധിമുട്ടുമല്ലോ. അതുകൊണ്ട് ഏപ്രിലില് ഈ അതർ ഫീസ് എന്നുള്ള ഒരു ഇതും യൂണിഫോമും, മെയില് ബുക്കിന്റെ ഫീ. അപ്പൊ വെച്ചാൽ ആ 2 മാസമായിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്തു. അത് മാനേജ്മെന്റിന്റെ തീരുമാനമല്ലേ, അല്ലാതെ ഇതുപോലെ എല്ലാ സ്കൂളിലും നടക്കും. അതുകൊണ്ട് ദാറ്റ് ക്വസ്റ്റ്യൻ ഇസ് നോട്ട് റെലവെന്റ്. ഞാനാണെങ്കിൽ ഇതില്ല. ഞാൻ ആ ടോപ്പ് MT4ന്റെ 14th ക്വസ്റ്റ്യനാ മാം. MT4ന്റെ മോഡൽ ക്വസ്റ്റ്യന് 14ാമത്തെ ക്വസ്റ്റ്യനാ. ഓക്കെ. ഞാൻ അത് നോക്കട്ടെ കേട്ടോ. ഞാൻ ആ പാർട്ട് ഞാൻ എടുത്തിട്ടില്ല. MT1 മാത്രം അതിലെ 1-2 ചാപ്റ്റർ എടുത്തു, പിന്നെ ഞാൻ ഉപേക്ഷിച്ചു ആ പാർട്ട്. അത് ഇറ്റ്സ് നോട്ട് റിലവന്റ്. കാരണം വെച്ചാൽ അത് എല്ലാ സ്കൂളിലെയും മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ ഒരുപോലെ ആവണമെന്നില്ലല്ലോ. ബേസിക് ചില കാര്യങ്ങൾ മാത്രമാണ് ഒരേ രീതിയിൽ പോകുന്നത്. ചേഞ്ചസ് അല്ലേ? ഓക്കെ മാം, താങ്ക് യു മാം. ഇത് തന്നെ കൺഫ്യൂസ്ഡ് ആയതോട് ചോദിച്ചാ. താങ്ക് യു മാം, താങ്ക് യു. ഞാൻ ഓർത്തിട്ട് നിങ്ങൾ യൂണിഫോം വാങ്ങാൻ പോവാണോ എന്താന്ന് എനിക്ക് പിടികിട്ടിയില്ല. ആദ്യം യൂണിഫോമിന്റെ കാര്യമെന്ന് പറഞ്ഞപ്പോഴേ, കാരണം കോൺവെക്കേഷൻ വരുന്ന ബാച്ച് ഒരേപോലെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് എന്റെ ചിന്ത അങ്ങോട്ട് പോയി. അങ്ങനെ വരുന്നുണ്ട് ചില ബാച്ചുകളെ. പിന്നെ നിങ്ങൾ അത് ഇപ്പോഴേ ഡിസൈഡ് ചെയ്യുവാണോ എന്നൊക്കെ എനിക്കൊരു സംശയം. ഓക്കെ ഫൈൻ, താങ്ക് യു സോ മച്ച്. മാം, ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ മാമിന്റെ പേഴ്സണലി ഇതില് ഇങ്ങനെ ആൻസർ ഇതും കൂടി ഇട്ടാൽ മാം അതൊന്ന് കറക്റ്റ് ചെയ്ത് വോയിസ് ഇടാവോ? എന്തെങ്കിലും ഡൗട്ട് വന്നെങ്കിലുള്ള കാര്യമാണ്. For the last few days I am doing the same thing for MT4. അതിലെ പ്രശ്നം പരീക്ഷ കഴിഞ്ഞിട്ട് എന്റെ ഇതൊക്കെ ശരിയാണോ എന്നൊന്ന് നോക്കാമോ എന്ന് എനിക്ക് ചിരി വരും. അവരുടെ ആ ഒരു ഇന്നസെൻസേ. മാം, എക്സാമിന്റെ ഇടയിലാണെങ്കിൽ ഇതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാവുന്നല്ല കേട്ടോ ഞാൻ പറയണത്. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്കത് സംസാരിക്കുക, ചോദിക്കണോണ്ടൊന്നും ഇടയിൽ കുഴപ്പമില്ലല്ലോ. ഒരു പ്രോബ്ലം ഇല്ല. കാരണം ഞാൻ പ്രിപ്പയർ ചെയ്യാത്ത ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇച്ചിരി പ്രശ്നമായിട്ട് ആൻസർ ഓപ്ഷനോ ക്വസ്റ്റ്യനോ തോന്നുവാണെങ്കിൽ ഞാൻ അത് ചേഞ്ച് ചെയ്യാറുണ്ട്. ബാക്കി ടീച്ചേഴ്സ് എന്നെ അതിനെ ഏൽപ്പിക്കും കേട്ടോ. അവർ റിക്വസ്റ്റ് ചെയ്യും, ഞാൻ പറയും ഞാനിത് നോക്കും, കാരണം എക്സാം ആണ്, അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇട്ട ക്വസ്റ്റ്യൻ മാത്രമല്ല ഞാൻ നോക്കുന്നത്, ഞാൻ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മെയിൻ എക്സാമിന് എന്തായാലും വരുള്ളൂ. ഓക്കെ മാം. ഓക്കെ, എനിത്തിങ് എൽസ്? ഒരു കാര്യം കാണിച്ചോട്ടെ. ഇത് ഞാൻ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിച്ചതാണേ. എത്രയായി? എത്ര കോസ്റ്റ്? ഇത് 400 സംതിങ് ആയി.
ഇത് ഇവിടെ അടുത്ത സാധനങ്ങളൊന്നും കിട്ടിയില്ല. ഈ വെൽക്രോ ഷൂ ലേസ് ഒന്നും മേടിക്കാൻ കിട്ടിയില്ലായിരുന്നു മിസ്സേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ റെഡിമെയ്ഡ് മേടിച്ചതാണ്. പ്രശ്നമില്ലല്ലോ? കുഴപ്പമില്ല. ഇത് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് പറ്റും. എല്ലാം ചെറുതായിട്ട് കാണുന്നു. അതോ വലുതാണോ? എനിക്ക് കണ്ടിട്ടേ എല്ലാം ഇത്തിരി ഇത്തിരി ഉള്ളത് പോലെ തോന്നുന്നു, ചെറുതായിട്ട്. ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട്. ആണോ? ബട്ടൺസ് എത്രണ്ണം ഉണ്ട്? ഒരു 4 ഒക്കെ ഉണ്ടോ? 2 ഉള്ളൂ അല്ലേ? ബട്ടൺ എത്ര ഉണ്ടെന്ന് നോക്കിയതാ? 2 ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നല്ലോ. ഒക്കെ ഉണ്ട് ഇതിന്റെ സിപ്പ് ഉണ്ട്. കുഴപ്പമില്ലല്ലോ മിസ്സേ? ഒക്കെ കുഴപ്പമില്ല. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇനി കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചുകൊണ്ട് കൊടുക്കുവോ? മിസ്സേ, ഞാൻ അത് ചെയ്തു. ബട്ടൺ ഫ്രെയിമും മറ്റതും ചെയ്തു. ഈ ഷൂ ലൈസും വെൽക്രോ ഒന്നും മേടിക്കാൻ ഇവിടെ കിട്ടിയില്ല അടുത്ത ഷോപ്പിൽ. അതുകൊണ്ട് ഇവിടെ മേടിച്ചതാ. ഓക്കെ. പഴയ മിസ്സേ, മറ്റേ ഫ്ലാഷ് കാർഡിന്റെ കാര്യം മാം പറഞ്ഞില്ലായിരുന്നു? ഫ്ലാഷ് കാർഡ് അത് മേടിച്ചാൽ മതിയോ? അതോ നമ്മൾ തന്നെ ഇതില് ചെയ്യുന്നതാണോ കൂടുതൽ വൈവയ്ക്ക് കൂടുതൽ ഉപകാരം? മൈൻഡ് ചെയ്യാറില്ല. ഞാൻ വാങ്ങിച്ചതാ ശരി എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുള്ളൂ. തന്നെ ചെയ്താണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കും. ഞാൻ അത്രയും എഫേർട്ട് എടുത്തു അല്ലേ. മേടിച്ചു എന്ന് വെച്ചാൽ അതായത് ഫ്ലാഷ് കാർഡില് മീൻസ് സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സ് ആണല്ലോ എന്ന് മിസ് പറഞ്ഞേ. അപ്പൊ അതിന്റെ പിക്ചർ എടുത്ത് നമ്മൾ ഇങ്ങനെ മറ്റേ ആ കളർ പേപ്പറോ അങ്ങനെ അതുകൊണ്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണോ നല്ലത്? അതെയോ അതെന്ത് കാർഡ് എന്തായിട്ട് എടുക്കുന്നത്? സാധാരണ മിസ് ചെയ്ത് എങ്ങനെയാന്ന് പറയാമോ? ചാർട്ട് പേപ്പറിൽ പിങ്ക്, ബ്ലൂ അങ്ങനെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ ചാർട്ട് പേപ്പറാണ് ഞാൻ എടുത്തത്. അവിടെ എനിക്കൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ എന്റെ ഇഷ്ടം കൂടെ നോക്കി. ശരിക്കും കുട്ടികളെയല്ലേ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഒത്തിരി വൈബ്രന്റ് കളേഴ്സ് ഒക്കെയാണ് നല്ലത്. നല്ല കളർ പേപ്പർ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പിന്നെ കളർ പേപ്പർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഒട്ടിക്കുന്ന പിക്ചർ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള പേപ്പർ എടുക്കണം. ഈ പേപ്പറിലേക്ക് ശ്രദ്ധ വരുമല്ലോ. അതും കൊണ്ട് കൂടിയാണ് ഞാൻ പിങ്ക്, ബ്ലൂ അങ്ങനെയുള്ള യെല്ലോ അങ്ങനത്തെ ഷെയ്ഡ് ചാർട്ട് പേപ്പറിൽ ഈ പിക്ചർ ഒട്ടിച്ചിട്ട് എഴുതി. ഇപ്പൊ കൗ ആണെങ്കിൽ അങ്ങനെ, ഡോഗ് അങ്ങനെ ചെയ്തു. അങ്ങനെ ചെറിയ ചെറിയ അവർക്ക് ഫെമിലർ ആയിട്ടുള്ള വേർഡ്സ്, ടീച്ചർ, ഫാദർ, മദർ, അതൊക്കെ വെറുതെ വേർഡ് റീഡിങ് കാർഡ്സിലാണ് ചെയ്തത്. ഫ്ലവേഴ്സ് ഒക്കെ ആയപ്പോ പിക്ചർ റീഡിങ് കാർഡ്സ് എന്നുള്ള രീതിയിൽ ഫ്ലവേഴ്സ്, അനിമൽസ് ഒക്കെ അങ്ങനെ ചെയ്തു. പിന്നെ കളർ കാർഡ് ഒന്നുമില്ല. ഞാൻ വെറുതെ ഒരു അബ്സ്ട്രാക്ട് ആയിട്ടൊരു ഷേപ്പ് വരച്ചിട്ട് അതിൽ കളർ ഫില്ല് ചെയ്യുക ചെയ്തത്. റെഡ്, ബ്ലൂ അങ്ങനെയൊക്കെ ഫില്ല് ചെയ്തത്. അങ്ങനെയായാലും മതി. നിങ്ങൾക്കിപ്പോ ഉണ്ടാക്കാൻ സമയമൊന്നും ഇല്ലെങ്കിൽ വാങ്ങിക്കാൻ അധികം കോസ്റ്റ് ഒന്നും ആവില്ലെങ്കിൽ വാങ്ങിച്ചോളൂ. ഫ്ലിപ്കാർട്ടിലോ ആമസോണിലോ ഏതൊക്കെയോ ഇതിലൊക്കെ. ഞാനിങ്ങനെ ഉണ്ടാക്കാന്ന് ഓർത്ത് ചാർട്ട് പേപ്പർ ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം കുറെ പേര് പറഞ്ഞു അവരെല്ലാം വാങ്ങിക്കുക ചെയ്തേന്ന്. അപ്പോ ഞാൻ ഓർത്തെന്നാ എന്താണ് മിസ്സിനോട് ചോദിച്ചിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊന്ന് ചോദിച്ചാൽ. നമ്മൾ ചെയ്യുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും നമ്മൾ അതിൽ ശ്രദ്ധിക്കല്ലേ, കോൺസെൻട്രേറ്റ് നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടാവും. ഇപ്പൊ ഏതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഇത്രയും വേർഡ്സ് ചെയ്തു. മറ്റേ നമ്മൾ വാങ്ങുമ്പോ നമ്മൾ ആകെ ഇൻവെസ്റ്റ് ചെയ്തത് ആ മണി മാത്രല്ലേ ഉള്ളൂ. മറ്റേത് നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു, നമ്മുടെ ക്രിയേറ്റിവിറ്റി അതിൽ വരുന്നു, ഒക്കെ വരും. നമ്മൾ ഓരോന്നോരോന്ന് ചെയ്തു വരുമ്പോ കുറച്ചുകൂടെ അത് നന്നാക്കാനായിട്ട് നോക്കും. അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. ഞാൻ ചെയ്തത് കാണിക്കട്ടെ മാം? ഫ്ലാഷ് കാർഡ് കാണിക്കൂ. കാണുന്നുണ്ടോ മാം? കാണാം. ഫോട്ടോ ബാക്കിൽ ഫോട്ടോ എന്താ ഉള്ളത്? അതോ കുറെ ഉണ്ടോ? കുറച്ച് പൊക്കി കാണിക്കും. കുറച്ചുകൂടെ തീപ്പെട്ടി വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഒന്നത് കാണിച്ച് ക്യാമറയുടെ നേരെ ആക്കിയിട്ട് കുറച്ചുകൂടെ ഒന്ന് കാണിച്ച് ഇത്തിരി കൂടെ മുകളിലേക്ക് ആക്കും. കാണാം. അതിന്റെ ആ മരുന്ന് വരുന്ന ഭാഗം കൂടെ ഒന്ന് കവർ ചെയ്യണേ. അത് പണിയുണ്ട്, ഇനിയുണ്ട്. ആണോ? ശരി. അതൊക്കെ ചെയ്താലും മതി. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്താലും മതി. മതിയല്ലോ. ശരി മാം. കുട്ടികളുടെ അടുത്ത് കൊണ്ടുപോകാനാവുമ്പോഴേ മരുന്നിന്റെ ഭാഗം അതൊക്കെ ഒന്ന് കവർ ചെയ്യണേന്ന്. അതൊക്കെ ചെയ്യാം. അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഫില്ല് ചെയ്തിട്ടുണ്ടോ ഈ തീപ്പെട്ടി ബോക്സിനകത്ത്? കളർ പേപ്പർ അല്ല, ഉള്ളിലൊന്നുമില്ല. ഉള്ളിൽ ഇച്ചിരി പേപ്പറൊക്കെ അങ്ങനെ നിറയെ ആക്കി ഒന്ന് പാക്ക് ആക്കി വെക്കുകയാണെങ്കിൽ നല്ലൊരു കട്ടിയായിട്ടിരിക്കും. അല്ലെങ്കിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ ചടങ്ങി പോകും. ശരിയാ മാം.
മിസ് അത് കാർഡ് ബോർഡിലോട്ട് ഒട്ടിച്ചിട്ട് ചെയ്താലും പോരെ? കാർഡ് ബോർഡില് കളർ പേപ്പർ ഒട്ടിച്ചിട്ട് അങ്ങനെ ചെയ്താലും പോരെ? ഞാൻ അങ്ങനെ ചെയ്തേ, ചാർട്ട് പേപ്പറിൽ ഒട്ടിച്ചിട്ട് ആ ചാർട്ട് പേപ്പർ ഒരു കാർഡ്ബോർഡ് പീസിലേക്ക് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുമ്പോ അങ്ങനെ കിട്ടുന്നൊക്കെ ഉണ്ടല്ലോ. അതാ ഞാനും അതാ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നേ. അപ്പൊ വേറുള്ളവരൊക്കെ ഭയങ്കര അടിയിൽ ചെയ്തപ്പോ ഞാൻ ഓർത്തു അങ്ങനെ ചെയ്തതിന് മോശമാവോന്ന് വിചാരിച്ചു. കാർഡാണ് ശരിക്കും, പിക്ചർ കാർഡ്, നമ്പർ കാർഡ്, അല്ലാണ്ട് പിക്ചർ ബോക്സോ അങ്ങനെയൊന്നും ഒരു കൺസെപ്റ്റ് ഇല്ല. കാർഡാണല്ല. ഓക്കെ മാം, മനസ്സിലായി. താങ്ക് യു മാം. ഓക്കെ, വേറെ ഒന്നുമില്ലല്ലോ? അതിന്റെ ചെയ്തോട്ടെ, എനിക്ക് 12:30 ക്ലാസ് ഉണ്ട്. ഓക്കെ മാം, താങ്ക് യു. താങ്ക് ഫോർ സപ്പോർട്ട്. ഓക്കെ, ക്ലാസ് ഉണ്ടായിരുന്നു, ഞാനത് മറന്നുപോയി. പിന്നെ അത് അശ്വതി മിസ്സിനെ ഏൽപ്പിച്ചു. വേറൊരു മിസ്.